ഉണ്ടത്രേ എന്ന് പറഞ്ഞാൽ കേസ് വരില്ല. ഷാറൂഖ് ഖാന്റെ മോനെ കള്ളക്കേസിൽ ജയിലിൽ പിടിച്ചിടാൻ കഴിയുന്ന, ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ജനകീയനായ നേതാവിനെ വേട്ടയാടാൻ കഴിയുന്ന, ദിലീപ് എന്ന സൂപ്പർ സ്റ്റാറുകളോടൊപ്പം നിൽക്കുന്ന വ്യക്തിയെ 85 ദിവസം ജയിലിലിടാൻ കഴിയുന്ന നിയമ സംവിധാനം നമുക്ക് മാറ്റിയെഴുതും. പോലീസ് കള്ള ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി. പോലീസുകാർ കള്ളം പറഞ്ഞു തുടങ്ങിയാൽ, സിസ്റ്റം കള്ളം പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ശ്രീ രാഹുൽ ഈശ്വറാണ്. സ്വാഗതം. നമസ്കാരം. വളരെ വലിയ ഒരു യാത്രക്കിടയിലാണെന്ന് തോന്നുന്നു. പ്രധാനമായും ചോദിക്കാനുള്ളത്, ഇപ്പോൾ ദിലീപ് കേസിൽ നിന്ന് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദിലീപേട്ടൻ്റെ കേസിൽ നിരന്തരമായി രാഹുൽ ഈശ്വർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ അങ്ങനെയൊക്കെ വിധി വന്നിരിക്കെങ്കിലും ജഡ്ജിയെ തെറി പറയുക, കോടതിയെ തെറി പറയുക, എന്താണ് ദിലീപ് ഏതൊക്കെയോ തരത്തിൽ ഈ പറയുന്ന കോടതിയെ സ്വാധീനിച്ചതാണ് എന്ന തരത്തിൽ പറയുക. പക്ഷേ ഈ വിധിന്യായമോ കോടതി വിധികളോ ഒന്നും എടുത്ത് വായിക്കാനോ പഠിക്കാനോ ഇവിടെ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്കതൊന്നും കാണണ്ട എന്ന നിലപാടാണ്. ഇത് എത്രമാത്രം അപകടകരമാണ് നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ച്. ശ്രീ ദിലീപിനെതിരെ കടുകുമണിയോളം പോലും തെളിവില്ല. വെറും പ്രൊപ്പഗാൻഡ, ചീപ്പ് പ്രൊപ്പഗാൻഡയാണ് ശ്രീ ദിലീപിനെതിരെ ഒരു വിഭാഗം മാധ്യമങ്ങൾ അൺലീഷ് ചെയ്തത്. അതിൽ ഒരുപാട് സാധാരണക്കാർ പെട്ടുപോയിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക, ദിലീപ് എന്ന സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം നിൽക്കുന്ന താരം, മലയാള സിനിമ ഇൻഡസ്ട്രി ഭരിച്ചിരുന്ന താരം, ആ വ്യക്തിയെ 85 ദിവസം കള്ളക്കേസിൽ ജയിലിൽ ഇടാൻ പറ്റുമെങ്കിൽ താങ്കൾക്കും എനിക്കുമൊക്കെ എന്ത് സേഫ്റ്റി ഉണ്ട്? നമ്മുടെ മക്കൾക്ക്, സഹോദരങ്ങൾക്ക് എന്ത് സേഫ്റ്റി ഉണ്ട്? ശ്രീ ദിലീപിന് ഈ കേസുമായി ഒരു ബന്ധവുമില്ല. ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് കേസ് പഠിക്കുന്ന ആർക്കും മനസ്സിലാകും. ഒന്ന് പ്രത്യേകിച്ച് നമ്മളെല്ലാം യൂട്യൂബും ഡിജിറ്റൽ മീഡിയയും സോഷ്യൽ മീഡിയ സ്പേസിലുള്ളതുകൊണ്ട് പറയുകയാണ്, ദിലീപിനെതിരെ വ്യാജ ഫോട്ടോഷോപ്പ് പോലീസ് നിർമ്മിച്ചു. പറയുന്നത് രാഹുൽ ഈശ്വർ അല്ലല്ലോ, കേരള പോലീസിൻ്റെ DGP ആയിരുന്നൊരു വനിതയല്ലേ. ശ്രീലേഖ മാഡത്തെ പോലെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായ ഒരു വ്യക്തി പറയുകയാണ്, പോലീസ് കള്ള ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി. അത് തന്നെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. പോലീസ് കള്ള ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി തുടങ്ങിയാൽ നമുക്കൊക്കെ എന്താ രക്ഷ? ഇനി ഏടെ കാലം കൂടെ വരികയാണ്. പോലീസിന് എന്ത് പറയുന്നറിയാമോ? ഉണ്ടത്രേ പറയും. ദിലീപും പൾസർ സുനിയും തമ്മിൽ ഒരു ഫോട്ടോ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടത്രേ, നമുക്കതിനെക്കുറിച്ച് അന്വേഷിക്കണം. 4 ആഴ്ച ദിലീപിന് ജാമ്യം കൊടുക്കരുത്. കോടതി പറയും, ഓക്കെ 2 ആഴ്ച നീ പോയി ജയിലിൽ കിടന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ 85 ദിവസം ശ്രീ ദിലീപ് ജയിലിൽ കിടന്നു. നമ്മുടെ മക്കളെയൊക്കെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് സേഫ്റ്റി ഉണ്ട്? പോലീസുകാർ കള്ളം പറഞ്ഞു തുടങ്ങിയാൽ, സിസ്റ്റം കള്ളം പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. ആ കള്ളത്തരത്തിൻ്റെ മേൽ കള്ളത്തരമാണ് ശ്രീ ദിലീപിൻ്റെ കേസിൽ നമ്മൾ കണ്ടത്. 2 ചോദ്യങ്ങളാണ് പലരും ഇപ്പോൾ ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദിലീപ് എന്തുകൊണ്ടാണ് ഈ മൊബൈൽ ഫോൺ മുംബൈയിൽ കൊണ്ടുപോയി കൊടുത്ത് ഇറേസ് ചെയ്തു, അതുപോലെ തന്നെ തെളിവ് നശിപ്പിച്ചു, മാത്രമല്ല ഈ പ്രതികളെ മൊഴി മാറ്റി? ഈ 2 ചോദ്യങ്ങൾ ഭയങ്കര രസമാണ്. ദിലീപിന് വേണ്ടി 26 പേർ മൊഴി മാറ്റി. ഭയങ്കര, ശരിക്കും കേട്ട ആരും ഞെട്ടൂല. ആരൊക്കെയാണ് മൊഴി മാറ്റിയെന്നറിയോ? കാവ്യ മാധവൻ, ദിലീപിൻ്റെ സഹോദരൻ സിദ്ദിഖ്, നാദിർ ഷാ, ഇവരൊക്കെ ദിലീപിനെതിരെ ആദ്യം മൊഴി കൊടുത്തിരുന്നു. പറ്റിക്കുകയാണ് നമ്മളെ. എന്താ അറിയോ മൊഴി മാറ്റി എന്ന് പറയുന്നത്? പോലീസ് ആദ്യം ചെന്ന്, ഇപ്പം താങ്കൾ പറഞ്ഞേ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ എഴുതിയെടുക്കും. എന്നിട്ട് പോലീസ് കുറേ കാര്യങ്ങൾ ഇതിൽ എഴുതി ചേർക്കും. നാളെ എന്നിട്ട് ഒപ്പിടാൻ പറയും. ഈ പോലീസിനെ മലയാളം ആർക്കും വായിക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ അവിടെ സാധാരണക്കാരെ പറ്റിക്കുന്നതാണ്. ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ, ആർക്കും വായിച്ചാൽ തിരിയാത്ത ഭാഷയിൽ പോലീസ് കാര്യങ്ങളെല്ലാം എഴുതിയിടും നമ്മളോട്. എന്നിട്ട് പറയാം ഹോസ്റ്റൽ വിറ്റ്നസ്സായി മാറി. ഒരു ഒറ്റ കാര്യം ആലോചിച്ച് നോക്കിയേ. കാവ്യ മാധവൻ ദിലീപിനെതിരെ മൊഴി പറഞ്ഞു, സിദ്ദിഖ് ദിലീപിനെതിരെ മൊഴി പറഞ്ഞു, നാദിർ ഷാ ദിലീപിനെതിരെ മൊഴി പറഞ്ഞു, ദിലീപിൻ്റെ സഹോദരൻ ദിലീപിനെതിരെ മൊഴി പറഞ്ഞു. നമ്മളെ പറ്റിക്കുകയാണ്. ഇതെന്താ പ്രശ്നം എന്നറിയാമോ? നമ്മൾ അറിഞ്ഞിരിക്കണം. കോടതിയിൽ ട്രയൽ സ്റ്റേജിൽ കള്ളം പറയാൻ ബുദ്ധിമുട്ടാണ്. കാര്യം മറുഭാഗം ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ കള്ളം പൊളിക്കും. പക്ഷേ ജാമ്യം നിഷേധിക്കാനുള്ള സ്റ്റേജിൽ എന്ത് കള്ളവും പറയാം. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. കാര്യം ജാമ്യ സ്റ്റേജിൽ കോടതി കേസിൻ്റെ മെറിറ്റിലേക്ക് പോവില്ല. ദിലീപിന് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടത്രേ എന്ന് പറഞ്ഞാൽ ഇത് റൺ ബേബി റണ്ണിൽ കൃത്യമായിട്ട് ബിജു മേനോൻ പറയുന്നുണ്ട്. അതായത് മാധ്യമങ്ങളെ, നമ്മളെല്ലാം കൂടി ഉദ്ദേശിച്ച് പറയുന്നതാണ്. ഉണ്ടത്രേ എന്ന് പറഞ്ഞാൽ കേസ് വരില്ല. അതായത് രാഹുൽ ഈശ്വറിനും മെക്സിക്കൻ കാർട്ടലിനും ബന്ധമുണ്ടത്രേ. ഉണ്ടത്രേ എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നുമല്ല ഇല്ലെന്നുമല്ല, ഉണ്ടത്രേ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ടത്രേ. അപ്പം കേൾക്കുന്നവൻ എന്ത് തോന്നും? ശരിയാ, എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. മെക്സിക്കൻ കാർട്ടൽ. ഇത് ദിലീപിൻ്റെ കേസ് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ താരം ഷാറൂഖ് ഖാനാണ്. ഷാറൂഖ് ഖാൻ്റെ മകനായ ആര്യൻ ഖാനെ 26 ദിവസം ഒരു കള്ളക്കേസിൽ പോലീസ് പിടിച്ചകത്തിട്ടു. NCB നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സമീർ വാങ്കിഡെ എന്ന ഉദ്യോഗസ്ഥൻ. എന്താ അവരുടെ ആരോപണം എന്നറിയാമോ? അതായത് അവരുടെ ആരോപണം നമ്മുടെ ആര്യൻ ഖാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമെന്നല്ല. ആര്യൻ ഖാൻ്റെ സുഹൃത്തിൻ്റെ സോക്സിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവ് പിടിച്ചു. അതിന് അപ്പം താങ്കളാണ് ജഡ്ജി എന്നിരിക്കട്ടെ, താങ്കൾ സ്വാഭാവികം അടിച്ചു. അത് ഇവർ തമ്മിൽ ഒരു അന്താരാഷ്ട്ര ഡീല് നടന്നു എന്ന് സംശയമുണ്ട്.
കോടതിക്ക് സംശയിക്കേണ്ടത് പറയാൻ പറ്റൂ? അപ്പോൾ കോടതി എന്ത് വേണം? 6 ആഴ്ച നമുക്ക് അന്വേഷിക്കാൻ സമയം വേണം. കോടതി പറയാൻ പറ്റൂല, 3 ആഴ്ച തരാം. ശരി, നിങ്ങൾ 3 ആഴ്ച എന്ത് പറയുന്നറിയോ? ചില സ്ക്രീൻഷോട്ടുകളും ചാറ്റുകളും ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട്. കോടതി ചോദിക്കും എന്താ അത് പരമരഹസ്യമാണ്, ഞങ്ങൾക്ക് 2 ആഴ്ച കൂടെ അത് വെരിഫൈ ചെയ്യാൻ വേണം. പറ്റൂല, 1 ആഴ്ച കൂടെ കിടന്നു. അങ്ങനെ 26 ദിവസം ജയിലിൽ കിടന്നു. ഷാറൂഖ് ഖാൻ്റെ മോനെ കള്ളക്കേസിൽ ജയിൽ പിടിച്ചിടാൻ കഴിയുന്ന ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ജനകീയനായ നേതാവിനെ വേട്ടയാടാൻ കഴിയുന്ന ദിലീപ് എന്ന സൂപ്പർ സ്റ്റാറുകളോടൊപ്പം നിൽക്കുന്ന വ്യക്തിയെ 85 ദിവസം ജയിലിലിടാൻ കഴിയുന്ന നിയമ സംവിധാനം നമുക്ക് മാറ്റി എഴുതണം. അവിടെയാണ് പുരുഷന്മാരെ ടാർഗറ്റ് ചെയ്യാനും ടാർണിഷ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ആരെയും കൊടുക്കാം. അതിന് രാഷ്ട്രീയമൊന്നോ സിനിമയെന്നോ മതമെന്നോ ആത്മീയതയെന്നോ ഒന്നുമില്ല. ആരെയും കൊടുക്കാൻ ഇതൊരു ഈസി ടൂളാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ കുറച്ചും കൂടി ഗൗരവത്തിൽ ചോദിക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ആരായിരിക്കും ദിലീപിനെതിരെ ഈ ഗൂഢാലോചനയിൽ ഞാൻ പേര് പറയില്ല, പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഞാൻ പ്രത്യേകിച്ച് സ്ത്രീകളുടെ പേരൊന്നും എന്നോട് പറയണമെന്നാണ് എൻ്റെ അഡ്വക്കേറ്റ് ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു കേസും കൂടെ വന്നാൽ പഴയ കേസിൻ്റെ ജാമ്യം പോലും ഇല്ലാതാകും. ശ്രീ ദിലീപ് കൃത്യമായി ഇറങ്ങിയതിന് ശേഷം അവരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ശ്രീ ദിലീപ് ഇറങ്ങിയതിന് ശേഷം ദിലീപിനെ കുടുക്കിയതും ദിലീപിനെ ദ്രോഹിച്ചതും അത് ആരൊക്കെയാണെന്നും ശ്രീ ദിലീപ് 2 പേരുടെ പേരുകൾ സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്ത അഫിഡവിറ്റിലും എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ 2 പേരാണ് തന്നെ കൊടുക്കാൻ അല്ലെങ്കിൽ തനിക്കെതിരെ ഉള്ള കാര്യം നിർമ്മിച്ചത്. ആരാണെന്ന് ഞാൻ പറയില്ല. ഒരു പുരുഷനാകാം, സ്ത്രീയാകാം. ശ്രീ ദിലീപ് കാരണം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായി എന്ന് കരുതുന്ന ആരായിരിക്കും അവർ അടക്കമുള്ള ആൾക്കാർ അതിശക്തമായ രീതിയിൽ ദിലീപാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ശ്രീ ദിലീപിനെ കൊടുക്കുക എന്നൊക്കെ എന്ത് സിമ്പിളാണ്. ഇത് എൻ്റെ പാഴൂർ പടി വരെയോ നാസയിലൊന്നും പോയി അന്വേഷിക്കണ്ടല്ലോ. എനിക്ക് നിങ്ങൾ കാരണം എൻ്റെ ജീവിതം നശിച്ചു. എനിക്ക് എന്ത് ചെയ്യണം? നിങ്ങളോട് പ്രതികാരം ചോദിക്കണം. ഞാൻ എന്ത് ചെയ്യണം? ശ്രീ ദിലീപ് ഇങ്ങനെ ചെയ്തു എന്ന് പറയണം. എന്തെങ്കിലും തെളിവ് എനിക്ക് വേണ്ടോ? ഒന്നും വേണ്ട, വെറുതെ പറഞ്ഞാൽ നിങ്ങൾ എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയില്ലേ പറഞ്ഞാൽ ആർക്കും തെളിയിക്കേണ്ട ആവശ്യം ഈസിയായിട്ട് പറഞ്ഞാൽ പോലെ. പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട്. അതായത് കേരള പോലീസ് അതിനനുസരിച്ച് നിൽക്കുമോ എന്നുള്ളതാണ് പലരും. കേരള പോലീസ് അനുസരിച്ച് നിന്നു എന്ന് മാത്രമല്ല, കേരള പോലീസിലെ ഉന്നതയായ ഒരു ഉദ്യോഗസ്ഥൻ / ഉദ്യോഗസ്ഥനുണ്ടെന്നല്ല കേട്ടോ, ഉദ്യോഗസ്ഥൻ / ഉദ്യോഗസ്ഥ, ആണാകാം പെണ്ണാകാം. പക്ഷേ ആരാണെന്ന് ശ്രീ ദിലീപ് പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. അവരുടെ ഫോട്ടോയും ദിലീപിൻ്റെയും ആ 2 പേരുടെയും ഫോട്ടോ വെച്ചൊക്കെ ടി വിയിൽ പല ചർച്ചകളും വന്നിട്ടുണ്ട്. അപ്പോൾ ആരാണെന്ന് ഉദ്ദേശിക്കാം. ഇനിയും 2 ഇവർ ആണ് വ്യാജ ഫോട്ടോഷോപ്പ് നിർമ്മിച്ചതിന് നേതൃത്വം കൊടുത്തതെന്ന് പേര് പറയാതെ DGP ശ്രീലേഖയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരാന്ന് മനസ്സിലായി കാണൂ. ഇവർ കാര്യമായി ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ഇത് ചെയ്തതാണ്. എന്നിട്ടും ഈ പോലീസുകാരുടെ പ്രത്യേകത എന്താ അറിയോ? എന്നെ അറസ്റ്റ് ചെയ്ത പോലീസുകാരുടെ അടക്കം ഒരു പാവങ്ങളാണ്. മേളിൽ നിന്ന് ഉത്തരവ് കിട്ടി അവർക്ക് ചെയ്തല്ലേ പറ്റൂ. മേളിൽ നിന്ന് ആലോചിച്ച് നോക്കുക. ഈ സ്ക്രീനിലടക്കം ഉണ്ട്. ഞാൻ അതിൻ്റെ ദിലീപിൻ്റെ ഫോട്ടോഷോപ്പ് കണ്ടിട്ടുണ്ടോ? കാണേണ്ടതാണ്. അതായത് നിലവാരം കുറഞ്ഞ ഫോട്ടോഷോപ്പ്. സുനിയോടൊപ്പം നിൽക്കുന്നു. സുനിയോടൊപ്പം നിൽക്കുന്നതല്ല, സുനിയോടൊപ്പം നിന്നു ആരോപിക്കപ്പെടുന്നത് എന്ന് പറയപ്പെടുന്ന സാധനം 2 ഫോട്ടോകളും മെർജ് ചെയ്തുണ്ടാക്കിയതാണ്. എന്തൊരു പറ്റിപ്പാണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. 2 ഫോട്ടോകളും മെർജ് ചെയ്തുണ്ടാക്കിയാണ് 2 വന്നിട്ട് റൗണ്ട് ഇട്ടിരിക്കുന്നത്. അതായത് പുറകിൽ നിൽക്കുന്ന ഫോട്ടോ ആണ് ഇത് എന്ന് പറഞ്ഞ് മറ്റൊരു ഫോട്ടോ എന്ന് തോന്നിപ്പിക്കണം. എന്തൊരു തട്ടിപ്പാണ് നടക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇതെങ്ങനെ പോലീസ് ചെയ്യും? പോലീസിലാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉള്ളത്. സിനിമയിലൊന്നുമല്ല. തിരക്കഥ ഉണ്ടാക്കും. എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞു. ജോയ്സ് പാലസ് വെച്ച് മീറ്റിംഗ് ഉണ്ടായി, ശാന്തിഗിരി കോളേജ് വെച്ച് മീറ്റിംഗ് ഉണ്ടായി, ജോർജ് എട്ടൻസ് പുരത്ത് വെച്ച് മീറ്റിംഗ്. ചുമ്മാ പറഞ്ഞാൽ പോലെ എന്തെങ്കിലും നഷ്ടമുണ്ടോ അവർക്ക്? ചുമ്മാ പറഞ്ഞു. ഈ എല്ലാ കേസുകളിലും അല്ലേ 7-8 വകുപ്പുകൾ വാരി വിതറും. ഒന്നെങ്കിലും പിടിക്കട്ടെ എന്ന് വിചാരിക്കും. ശ്രീ ദിലീപിൻ്റെ കേസിൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ, ഉമ്മൻചാണ്ടി സാറിൻ്റെ കേസിൽ, നിവിൻ പോളിയുടെ കേസിൽ ഇതടക്കം ആലോചിച്ച് നോക്കുക. നിവിൻ പോളിയുടെ കുറച്ചുകൂടെ എവിഡൻ്റ് ആയതുകൊണ്ടാണ് നിവിൻ്റെ ഒക്കെ പേര് പറയുന്നത് കേട്ടോ. ഇപ്പോൾ സർവമായ നല്ല ഹിറ്റും ആയിരിക്കുകയാണ്. നിവിൻ പോളി എന്നെ ദുബായിൽ വെച്ച് റേപ്പ് ചെയ്തു എന്നൊരു പെൺകുട്ടി പറഞ്ഞു. നിവിൻ്റെ ഭാഗ്യത്തിന് നിവിൻ കൊച്ചിയിൽ ഗ്രൗണ്ട് പ്ലാസയിൽ ഉണ്ടായിരുന്നു. നിവിൻ കഷ്ടകാലത്തിന് ആ സമയത്ത് ദുബായിലായിരുന്നെങ്കിലും നിവിൻ കഷ്ടകാലത്തിന് ഇവളുടെ വിവരമില്ലായ്മ കാരണവും ഇവളുടെ അറിവില്ലായ്മ കാരണവും ഈ ഡേറ്റ് തന്നെ നിവിൻ്റെ ഭാഗ്യത്തിന് പറഞ്ഞു. ആ സമയത്ത് നിവിൻ ദുബായിൽ നിന്ന് കൊച്ചി വന്നിട്ട് തിരിച്ചു പോയെന്ന് തോന്നുന്നു. ഡിസംബർ 14, 15, 16 എന്തോ ആണ് ആ ഡേറ്റ്. ആ സമയത്ത് നിവിൻ എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. നിവിൻ കൊച്ചിയിലായിരുന്നു. എന്നിട്ട് ഈ പെൺകുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ഡേറ്റിൽ നിവിൻ കൊച്ചിയിലായിരുന്നല്ലോ. ആ പെൺകുട്ടിയുടെ മറുപടിയാണ് ഏറ്റവും രസകരം. അത് ഞാൻ ഉറക്കപ്പിച്ചിൽ പറഞ്ഞപ്പോൾ ഡേറ്റ് മാറിപ്പോയതാണ്. എന്തൊരു കള്ളമാണ്. ശ്രീ മുകേഷിനെതിരെ വ്യാജ പരാതിയല്ലേ? പക്ഷെ അവിടെ ഒറ്റ ചോദ്യം, അതായത് ഈ നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറയുന്ന സ്ത്രീ ചെയ്തത് വലിയൊരു ക്രിമിനൽ കുറ്റമാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ നമ്മുടെ പോലീസോ നമ്മുടെ ഭരണകൂടമോ ആർക്കൊരു നടപടി എടുക്കാത്തത്? അതൊരു ചോദ്യമാണ്. ഇനി സ്വമേധയൊന്നും നടപടി എടുക്കണ്ട. നിവിൻ പോളി DGPക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു. എനിക്കെതിരെയുള്ള പരാതി ഗൂഢാലോചനയാണ്. ആ പെൺകുട്ടിക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? അതെന്താ ഇല്ലാത്തത്? നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ ദ്രോഹം. ആണെന്നും ഒരു സോഫ്റ്റ് ടാർഗറ്റാണ്. ആണിനെ അടിച്ചവിടെ ആർക്കും വേദനിക്കില്ല. അവൻ കുറേ അടി കൊണ്ടോട്ടെ എന്ന് വിചാരിക്കുകയാണ്.
നമ്മുടെ മകനാണെന്ന് ആലോചിക്കണം, നമ്മുടെ സഹോദരനാണ്, നമ്മുടെ അച്ഛനാണ്. നിവിൻ പോളിക്ക് മക്കളില്ലേ? വിജയബാബുവിന് മക്കളില്ലേ? അല്ലെങ്കിൽ ഒമർ ലുലുവിന് ഫാമിലി ഇല്ലേ? വേറെ ആരാ? സിദ്ദിഖ് സാറിന് ഫാമിലി ഇല്ലേ? സിദ്ദിഖിനെയൊക്കെ എത്ര ലക്ഷം രൂപ സിദ്ദിഖിന് ചിലവായി കാണും. മറുഭാഗത്തെ ആൾക്ക് എന്ത് നഷ്ടമാണ്? ചുമ്മാ ഫേസ്ബുക്കിൽ ഇരുന്ന് എഴുതിയാൽ. ഇത് എന്തൊരു ദ്രോഹമാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അവരുടെ കുട്ടിക്കും കുടുംബത്തിനും ഒക്കെ കിട്ടേണ്ട ലക്ഷക്കണക്കിന് രൂപയല്ലേ അഡ്വക്കേറ്റ്. ഇപ്പം നേരത്തെ അങ്ങ് ചോദിച്ചില്ലേ എന്താ കേസെടുക്കാത്തത്? ആ കേസെടുക്കാത്തതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഒരു കൗതുകം കൂടെ പറയാം പെട്ടെന്ന് കൺവിൻസിങ് ആകാൻ. ഷാരൺ എന്ന് പറയുന്ന പയ്യനെ ഗ്രീഷ്മ എന്ന പെൺകുട്ടി വിഷം കൊടുത്തു കൊന്നു. ഇതിനെ ന്യായീകരിച്ച് KR മീരയെ പോലെ വലിയൊരു എഴുത്തുകാരി, ഒരു ഫെമിനിസ്റ്റാണ്, വലിയൊരു എഴുത്തുകാരിയാണ്, തീവ്ര ഫെമിനിസ്റ്റ് നിലപാട് ചിലപ്പോൾ എടുക്കും. അവർ പറയുകയുണ്ടായി ചില സമയത്ത് അങ്ങനെ കഷായമൊക്കെ കൊടുക്കേണ്ടി വരുമെന്ന്. അവർക്കെതിരെ FIR ഇട്ടില്ല, കേസെടുത്തില്ല, വേണ്ട, അവർ തെറ്റാണെന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞു പോലെ. ഞാൻ നാളെ രാഹുൽ ഈശ്വർ അങ്ങനെ ഒരു പെൺകുട്ടിയെ ഒരാണ് കൊന്നിട്ട് ഞാൻ വന്ന് പറയുകയാണ് അവൾ തലയിലാവുമെന്ന് വിചാരിച്ച് വിഷം കലക്കി കൊടുത്തതാണ്, ചില സമയത്ത് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊന്നും നോക്കരുത്. നാളെ അങ്ങനെ ഒരു ചീത്തക്കാരൻ ഞാൻ പറഞ്ഞാൽ എന്നെ അപ്പം അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം. പക്ഷേ KR മീര ചെയ്തത് തെറ്റാന്ന് പോലും ആർക്കും പറയാൻ വയ്യ. FIR വരുന്നില്ല. ഞങ്ങൾക്ക് അതിൻ്റെ പരാതി കൊടുത്താൽ റെസീറ്റ് തരണം. റെസീറ്റ് കിട്ടാൻ ഒരാഴ്ച എടുത്തു. ഇത് സ്ത്രീകൾ തെറ്റ് ചെയ്യില്ല എന്ന് കരുതരുത്. പകരം സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും സത്യത്തോടൊപ്പം നമുക്ക് നിൽക്കാൻ കഴിയണം. ഇതിൽ അത് പറഞ്ഞ സമയത്ത് ഞാൻ ആലോചിച്ചത്, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ വെച്ചുകൊണ്ട് നിരവധി മസാലക്കഥകൾ അടിച്ചിറക്കി. അത് ഒടുവിൽ അതിൽ രണ്ട് കാര്യം, അതായത് ഒന്ന് ബാലചന്ദ്ര മേനോൻ്റെയും രണ്ട് ജയസൂര്യയുടെയും. ഈ രണ്ട് പേർക്കെതിരെയുള്ള കാര്യത്തിൽ ഒരു കഥയുമില്ലെന്ന് കണ്ട് പോലീസ് FIR പോലും ഇട്ടില്ല. ഈ രണ്ടുപേർ FIR പോലും ഇടാതെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ആലോചിക്കാമല്ലോ. പക്ഷേ ഈ രണ്ടുപേരെയും പലരും എത്രത്തോളം ക്രൂശിച്ചു. അവിടെയാണ് എന്തിനാണ് നമ്മൾ ആണുങ്ങൾ അങ്ങനെ ബാക്കിയുള്ളവരുടെ എന്താ പറയുക ആട്ടിനും തുപ്പിനും ചവിട്ടിനും നിന്ന് കൊടുക്കുന്നത്? എത്ര പേർക്കെതിരെ ബാലേന്ദ്രനെതിരെ വേറെ ഒരു ഇത് വന്നിട്ട് ബാലേന്ദ്രൻ കോടതിയിൽ പോയി അനുകൂല പരാമർശങ്ങളൊക്കെ നേടി. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സാറിൻ്റെ ബെഞ്ചിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹമാണ് പറഞ്ഞത് ആണിനും ഇവരുടെ ഡിഗ്നിറ്റിയോടെ ജീവിക്കണം, ആണിനും അഭിമാനത്തോടെ ജീവിക്കണം. ആരാ ഇതിൽ അഫക്റ്റഡ് ആകുക? ബാലേന്ദ്രൻ സാർ സീനിയറാണ്. ഒരു 30-40 വയസ്സുള്ള ആളാണെങ്കിൽ അവരുടെ മക്കൾ സ്കൂളിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് കല്യാണപ്രായമെത്തി, അവർക്ക് മക്കളുണ്ട്. എത്രമാത്രം ആൾക്കാരെ അഫക്റ്റഡ് ആകുന്നത് അത് പറഞ്ഞിട്ടുണ്ട്. മറുഭാഗത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? വെറുതെ വീട്ടിൽ ഇരുന്ന് ഫേസ്ബുക്കിൽ എഴുതിയാൽ ചുമ്മാ ഒരു ആരോപണം. അത് സിദ്ദിഖിനെതിരെ നോക്കിയാൽ ആദ്യം ഈ പെൺകുട്ടി അവകാശപ്പെട്ടത് സിദ്ദിഖ് വാക്കുകൾ കൊണ്ട് മോശമായി സംസാരിച്ചു എന്നാണ്. രണ്ടാമത് അവകാശപ്പെട്ടത് ഈ പെൺകുട്ടിയോട് സെക്ഷൽ ഫേവേഴ്സ് ചോദിച്ചു എന്നാണ്. മൂന്നാമത് അവകാശപ്പെട്ടത് റേപ്പ് ചെയ്തു എന്നാണ്. മൊഴികൾക്ക് പോലും കൺസിസ്റ്റൻസി ഇല്ല, ചുമ്മാ അങ്ങനെ വാരി വിതറുകയാണ്. മുകേഷേൻ്റെ കാര്യം, മുകേഷേൻ എന്ത് തെറ്റാ ചെയ്തത്? കോടതി അനുകൂല പരാമർശങ്ങൾ നടന്ന് മുകേഷേന് കൊടുത്തു. നമ്മൾ ആണുങ്ങൾ ആരുടെയെങ്കിലും ഒരു വ്യാജ പരാതിക്കിരയായി നമ്മുടെ ജീവിതം അവസാനിക്കരുത്. അവിടെയാണ് സ്ത്രീകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ കുട്ടിക്കൽ ജയേന്ദ്രൻ 6.5 മാസം ഒളിവിൽ കഴിഞ്ഞു. പോക്സോ കേസ് അവരുടെ ഫാമിലി പ്രശ്നമാണ്. ഫാമിലി പ്രശ്നം ഉണ്ടെങ്കിൽ അടിച്ച് തീർത്തോ, വേണമെങ്കിൽ 2 അടി കൊടുത്തോ, കുഴപ്പമില്ല. പക്ഷേ പോക്സോ കേസിൽ എടുത്തത് എന്താ ന്യായം? 6.5 മാസം അദ്ദേഹത്തിന് ഒളിവ് കഴിയുള്ളൂ. ഒരു തെറ്റും ചെയ്തിട്ടില്ല മനുഷ്യൻ. സുപ്രീം കോടതി അനുകൂലമായിട്ട് കിട്ടി. കുട്ടികളുടെ വൈഫ് സെറീനയാണ് യഥാർത്ഥത്തിൽ ഹീറോ. സെറീനയെ പോലുള്ള ഒരാൾ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടാണ്, ഇല്ലെങ്കിൽ തകർന്നു പോകും. റോള് പോയി, എന്താ പറയുക, ഇത്രയും കാലത്തെ വരുമാനം പോയി, എങ്ങനെ ജീവിക്കും? മറുഭാഗത്ത് ദേഷ്യം തീർക്കണം. ഞാനിപ്പം ജയിലിൽ പോയപ്പോൾ 3-4 ആൾക്കാരെ കണ്ടു. അപ്പോൾ ഒരു 19 വയസ്സുള്ള പയ്യൻ നൗഫൽ, മുസ്ലിം പയ്യനാണ്. അവന് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയുണ്ട് 17 വയസ്സുള്ള. വീട്ടുകാർക്കെല്ലാം അറിയാം, കല്യാണം കഴിക്കാൻ റെഡിയാണ്, അതായത് കല്യാണവും മറ്റുമുണ്ട്. ഇവനെ പോക്സോ കേസിൽ പിടിച്ചു. ഞാൻ ചോദിച്ചു ആരാടാ മോനെ? ചേട്ടാ എൻ്റെ ഭാര്യയാണ്. ഞാൻ പറഞ്ഞു നിൻ്റെ ഭാര്യയോ? അതെ, എൻ്റെ ഭാര്യയോട് ഫിസിക്കൽ റിലേഷൻഷിപ്പോ ഇൻറ്റിമസി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നെ അറിയാം. എന്ത് പറ്റി? ഈ പെൺകുട്ടി +2 പഠിച്ചിരുന്നപ്പോൾ സ്കൂളിൽ കൗൺസിലിംഗ് എന്നൊരു പരിപാടിയുണ്ട്. കൗൺസിലിംഗ് എന്ന പരിപാടിക്ക് വന്നപ്പോൾ ഇതെല്ലാം ചോദിക്കും. ആ പെൺകുട്ടി ഞങ്ങൾ തമ്മിൽ കുറച്ച് ശാരീരിക ബന്ധമൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. അവരത് റിപ്പോർട്ട് ചെയ്തു, ഇവനെ അറസ്റ്റ് ചെയ്തു. അവളുടെ ഉമ്മ ബാപ്പ, ഇവളുടെ അച്ഛൻ അല്ലെങ്കിൽ ഇവൻ്റെ ഉമ്മ ബാപ്പ അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ച് ഇന്ന് ഇവനെ കാണാൻ വരുന്നത് ജയിലിൽ ഈ പെൺകുട്ടിയാണ്. 1.5 വർഷമായിട്ടൊന്നും ജയിലിൽ കിടക്കുക. എന്തൊരു ഗതികേടാണ് ഇത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇത്തരത്തിലൊരു കേസ് ഒരു തീരുമാനമാക്കി. അതായത് കല്യാണം കഴിച്ചതുകൊണ്ട് ആ കേസ് തന്നെ റദ്ദാക്കി സുപ്രീം കോടതി. പക്ഷേ ഇപ്പോഴും നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. ആലോചിച്ച് നോക്കിയാൽ നമ്മളെല്ലാം +2-ലോ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങളോ അഫെയറുകളോ ഒക്കെ ഉണ്ടായിട്ടില്ലേ? ആരെങ്കിലും പരസ്പരം ഒന്ന് ഹഗ് ചെയ്താലോ കുറച്ച് ഇൻറ്റിമേറ്റ് മൊമെൻറ്റ്സ് ഉണ്ടായാലോ 20 വർഷം പോക്സോയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്തൊരു അന്യായമാണ്. അവിടെയാണ് ഇതൊന്നും യാന്ത്രികമായി നമ്മൾ കാണരുത്. ജെന്യുവൻ പോക്സോ കേസുകൾ ഉണ്ടാവും, ഇല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഇത് യാന്ത്രികമായി കണ്ടുകൊടുത്തൻ്റെ ജീവിതത്തെ തീർക്കാമെന്ന് കരുതുന്നത് ഒരുപാട് നാളെ നമ്മുടെ മക്കൾക്ക് അത് സംഭവിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ വേദന അറിയും. 20 വർഷം എന്ന് പറയുന്ന അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ഇരുട്ട് കയറും. കാര്യം 20 വർഷം ഒരാളുടെ ജീവിതത്തിൽ പോകണം. ഞങ്ങളങ്ങനെ 3-4 പിള്ളേരെ സഹായിക്കാൻ നോക്കുന്നുണ്ട്. 21-22 വയസ്സേ ആയുള്ളൂ. ഈ പയ്യനൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടമായിരുന്നു. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇവനെ ദേഷ്യമാണ്. പോക്സോ
വളരെ ഈസി അല്ലേ, വളരെ ഈസി ആയിട്ട് ഇത് അടിച്ചു കൊടുക്കും. അതുകൊണ്ട് അതിശക്തമായ രീതിയിൽ നമ്മുടെ നിയമങ്ങൾ റിവൈസ് ചെയ്യപ്പെടണം. പുരുഷ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ വരികയും വേണം. തീർച്ചയായിട്ടും. നടിയെ ആക്രമിച്ച കേസുമായി 2 കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് ഇപ്പം ദിലീപുമായി ബന്ധപ്പെട്ട് ദിലീപിൻ്റെ വിവാഹം മോചിതയായത് അല്ലെങ്കിൽ അവർ വിവാഹം വേർപിരിച്ചതിന് കാരണമെന്ന് പറയുന്നത് ഈ ബന്ധപ്പെട്ട ആളാണെന്നും ഈ ബന്ധപ്പെട്ട അതിജീവിതയാണെന്നും അവർ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണം എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ദിലീപുമായൊക്കെയായി ബന്ധപ്പെട്ട് അറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് യഥാർത്ഥത്തിൽ ഈ അതിജീവിത കാരണമാണോ ദിലീപിൻ്റെ ഈ വിവാഹം എന്ന് എനിക്കറിയില്ല. അതായത് ഇവർ തമ്മിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ കല്യാണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊന്നും ഒരു തെറ്റല്ല, സ്വാഭാവികമാണ്. അങ്ങനെ അല്ലെങ്കിൽ ജീവിതത്തിൽ ചിലപ്പോൾ യു ഫോൾ ഔട്ട് ഓഫ് ലവ്, ഫോൾ ഇൻ ലവ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ യു ഫോൾ ഔട്ട് ഓഫ് ലവ്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താ, കഴിയുന്നത്ര നല്ല സുഹൃത്തുക്കളായി ഹേറ്റ്രഡ് ഇല്ലാതെ റിവെഞ്ച് ഇല്ലാതെ ആ റിലേഷൻഷിപ്പ് നമ്മൾ അവസാനിപ്പിക്കുക. ഇപ്പോൾ ഋത്തിക് റോഷനും സുസൈനും നമ്മുടെ നോർത്തിലെ നല്ല മാതൃകയാണ്. ഋത്തിക്കും അവർക്ക് 2 മക്കളുണ്ടെന്നാണ് എൻ്റെ ധാരണ. അവർക്ക് തമ്മിൽ ദേ ഹാഡ് എ ഫോൾ ഔട്ട്. അവർ തമ്മിൽ വലിയ സെലിബ്രേറ്റഡ് ലവ് അഫെയർ ആയിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ജീവിതയാത്രയിൽ അവർ വേർപിരിഞ്ഞു. പരസ്പരം റിവെഞ്ച് സൂക്ഷിക്കാതെ അവർ സുഹൃത്തുക്കളായിട്ടോ പരിചയക്കാരായിട്ടോ പിരിഞ്ഞു. ഇത് ചെയ്യുന്നതിന് പകരം ശ്രീ ദിലീപിനെ എങ്ങനെങ്കിലും ഈ കേസിൽ എന്താ പറയുക, പിന്നീട് പല കാര്യങ്ങളും കൊണ്ടും ചില ആൾക്കാർ ഈ കഥകൾ ദുരുപയോഗം ചെയ്തു. 2, എനിക്കറിയില്ല, ഈ പെൺകുട്ടി നമ്മുടെ അതിജീവിതയടക്കം അങ്ങനെ 2 പേരുടെയും സുഹൃത്തുക്കളായിരുന്നു. ഏതോ ചില കാര്യങ്ങൾ അങ്ങനെയല്ല എന്നും കേൾക്കുന്നുണ്ട്. ദിലീപ് ഈ പറഞ്ഞ പരാതി, അതായത് ഈ കല്യാണത്തിന് വേണ്ടി ഒഴിയാൻ വേണ്ടി കൊടുത്ത പരാതിയിൽ പോലും മറ്റു ചില കാര്യങ്ങളാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. എന്താ പറയുക, ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫാണ്. ഈ കോടതി എഴുതി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഈ കേസ് എന്നല്ല, ഏത് കേസും അഡ്വക്കേറ്റ്സ് പറയുന്ന കാര്യങ്ങളാണ് നല്ലൊരു ശതമാനം എഴുതി കൊടുക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, അഡ്വക്കേറ്റ്സ് പറയുന്ന കാര്യം ലീഗലി വാലിഡ് ആയിരിക്കും, ലീഗലി സ്റ്റാൻഡ് ചെയ്യും. ഒരു പഞ്ച് കിട്ടാൻ വേണ്ടി നമ്മൾ പറയില്ലേ, ഈ പെൺകുട്ടി ഡിവോഴ്സ് കൊടുക്കുമ്പോൾ സ്ഥിരം പറയും ഹസ്ബൻഡ് മറ്റേ അൺനാച്ചുറൽ സെക്സിന് പ്രേരിപ്പിച്ചു, മറ്റേ എന്താ 498 ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായി. അതൊക്കെ പഞ്ച് കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. ചിലപ്പം ചെയ്ത് കാണും, ചെയ്തില്ലായിരിക്കും. പക്ഷേ ഞാൻ അഡ്വക്കേറ്റ് ആണെങ്കിൽ ഞാൻ അങ്ങനെ പറയും. കാര്യം അങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് കേസ് ശരിയായിട്ട് കിട്ടും. ആ പയ്യൻ്റെ വീട്ടുകാർ നിന്നെ ഒന്ന് പീഡിപ്പിച്ചു എന്ന്, അല്ലെങ്കിൽ പയ്യൻ്റെ വീട്ടുകാർ നിന്നെ ഡൗറി ഹരാസ്മെൻറ്റ് ചെയ്തു എന്ന് പറ. ആർക്കും തെളിയിക്കേണ്ട ആവശ്യമില്ല, ചുമ്മാ പറഞ്ഞാൽ പോരെ. പയ്യൻ്റെ അമ്മ എന്നെ ഡൗറി ഹരാസ്മെൻറ്റ് ചെയ്യുന്നു എന്ന് വെറുതെ പറഞ്ഞാൽ പോരെ. അപ്പം ഇത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെ സ്ഥിരം നടക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ തട്ടിപ്പാണ് അവൻ്റെ മൊബൈൽ ഫോണിൽ എൻ്റെ നഗ്ന ചിത്രങ്ങൾ എടുത്ത് എന്നെ ഭീഷണിപ്പെടുത്തി. പിന്നീട് അവൻ ആ മൊബൈൽ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ആർക്കും പിന്നെ നഷ്ടമൊന്നുമില്ലല്ലോ, ആർക്കും അത് കിട്ടാനും പോണില്ല. അപ്പം വേണമെങ്കിൽ തെളിവ് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവനെതിരെ പുതിയൊരു കേസും കൂടി ഇടാം. ഇങ്ങനെ പലർക്കെതിരെ ഇതൊക്കെ ലീഗൽ ഉഡായിപ്പുകളാണ്. അതായത് പെൺകുട്ടി ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തില്ല എന്ന് എങ്ങനെ തെളിയിക്കും? ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നു കാണില്ല. ഫോട്ടോ എടുത്തില്ലെന്ന് തെളിയിക്കാൻ പിന്നെ പറ്റൂലല്ലോ. അപ്പം പോലീസിന് എപ്പോഴും കണ്ടോ നീ മറ്റേ ഫോൺ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ചുമ്മാ തിയറി പറയാം. നേരത്തെ ദിലീപ് പറഞ്ഞ പോലെ എന്നോട് നികേഷ് കുമാർ സാറൊക്കെ ചോദിച്ചു, ദിലീപിൻ്റെ ഫോണിൽ നിന്ന് കുറേ ഡേറ്റ ഡിലീറ്റ് ചെയ്തല്ലോ. നമ്മുടെ എല്ലാ ഫോണിൽ നമ്മൾ ദിവസവും പലരും ഡിലീറ്റ് ചെയ്യാറില്ലേ? അതൊക്കെ ഈ കേസുമായിട്ട് എന്ത് ബന്ധം? ദിലീപിനും പൾസർ സുനിക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. ഇതാണ് എൻ്റെ കോർ. പക്ഷേ ഈ സത്യം അറിയുന്ന ചില ആൾക്കാർ കഥയുണ്ടാക്കണം. ഈ കഥ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പെട്ടെന്ന് എല്ലാവർക്കും കൺവിൻസിങ് ആവുന്നൊരു പോയിന്റ് പറയാം. നമ്മുടെ ശശി തരൂർ, വിശ്വപൗരനായ ശശി തരൂർ സാറിൻ്റെ ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിലെ നമ്മുടെ റൈറ്റ് ലീനിങ് ആയ ചാനൽസ്, എൻ്റെ തന്നെ നല്ല സുഹൃത്തുക്കളായ അർണബ് ഗോസ്വാമിയും റിപ്പബ്ലിക് ചാനലും ഒക്കെ വലിയ ക്യാമ്പയിൻ നടത്തി. ഞാനാണ് ശശി തരൂർ സാറിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. എന്നോട് ചോദിച്ചു എങ്ങനെ നമ്മുടെ സുനന്ദ പുഷ്കർ മാഡത്തിൻ്റെ കയ്യിൽ ഇവിടെ ഒരു ചെറിയ പാടുണ്ടായി. ഞാൻ പറഞ്ഞു കൊതുക് കടിച്ചതല്ലോ ആയിരിക്കും. എവിടെന്നെങ്കിലും കിട്ടിയ 1-2 കാര്യങ്ങൾ എടുത്ത് തിയറി ഉണ്ടാക്കുന്നതിൽ എന്തർത്ഥമാണ്? അവിടെയാണ് ആൾക്കാർക്ക് ഗൂഢാലോചന സിദ്ധാന്തം എങ്ങനെ വേണമെങ്കിലും അവതരിപ്പിക്കാം. ബാലഭാസ്കറിന്റെ മരണത്തിൽ ഭാര്യയ്ക്ക് പങ്കുണ്ടോ? ആ സ്ത്രീയെ അവരുടെ ജീവിതത്തിൽ അവരുടെ മോള് അവർ അത്രയും ദുരന്തം അനുഭവിച്ചൊരു സ്ത്രീ കാണില്ല. അവരമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയി തിരിച്ചു വരുന്ന വഴി അവരുടെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടു, മകൾ നഷ്ടപ്പെട്ടു. അവരെക്കുറിച്ചില്ലാത്ത കഥകൾ ഇനിയും പറയാൻ ബാക്കിയൊന്നുമില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, ബാക്കിയിരിക്കുന്നവർക്ക് പറ്റിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കോൺസ്പിറസി തിയറി ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്. ഒരാളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ദ്രോഹം നമ്മൾ ഈ ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ മറ്റൊരു ഡയറക്റ്റ് ഇംപ്ലിക്കേഷനാണ് നമ്മുടെ സുശാന്ത് സിംഗ് രാജ്പൂട്ട്, നമ്മുടെ ധോണി സിനിമയിലൊക്കെ അഭിനയിച്ച സുശാന്ത്. നമ്മുടെ മലയാളികൾക്കും പ്രിയപ്പെട്ടതാണ്. 1 കോടി രൂപയാണ് നമ്മുടെ പ്രളയത്തിന് നമ്മുടെ മലയാളികൾക്ക് സുശാന്ത് തന്നത്. പയ്യൻ അത് നമ്മൾ കഴിവുള്ള ചെറുപ്പക്കാരനാണ്. ഡിപ്രഷൻ അടിച്ച് സുശാന്ത് ആത്മഹത്യ ചെയ്തു. സുശാന്തിൻ്റെ കൊലപാതകമാണെന്ന് പറഞ്ഞപ്പോൾ ഗേൾഫ്രണ്ടായ റിയ ചക്രവർത്തി 26 ദിവസം ജയിലിലിട്ടു. എന്ത് ന്യായമാണ്? ആൾക്കാർക്ക് ആരെങ്കിലും കിട്ടിയാൽ കല്ലെറിയാൻ വലിയ ഇഷ്ടമാണ് നമുക്ക്. അതായത് ആ കല്ലെറിയലിന് നമുക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷനുണ്ട്. ഈ വേട്ടയാടലിനൊരു സാറ്റിസ്ഫാക്ഷനുണ്ട്. ആ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്നതാണ്. അതായത് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങോട്ട് ചോദിക്കാൻ പറ്റുപോയി. അങ്ങ് അടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിൽ കോടതിയിലെ ജഡ്ജിന് സംശയമുണ്ടാക്കുന്ന ഒരു തെളിവുമില്ലാത്ത ആരോപണങ്ങൾ എത്രമാത്രം ക്രൂരതയാണ്. അവരൊരു സ്ത്രീയല്ലേ? എന്തെങ്കിലും ആക്ഷൻ ആരെങ്കിലും എടുത്തോ? അത് തെറ്റാണെന്നെങ്കിലും പറഞ്ഞു.
അതായത് ജഡ്ജിയായ ഏറ്റവും പ്രഗത്ഭ ജഡ്ജിയാണ്. ഞങ്ങൾ നിയമവിദ്യാർത്ഥികൾ പൂ വെച്ച് എന്താ പറയുക, ഫോട്ടോ വെച്ച് പൂജിക്കേണ്ട വ്യക്തിയാണ് ജഡ്ജി ഹണി വർഗീസ്. ഞാനൊക്കെ എൻ്റെ രാഷ്ട്രീയം ഒരു ഹിന്ദു വലതുപക്ഷ രാഷ്ട്രീയമാണ്. മാഡം വരുന്നത് നേരെ തിരിച്ച് ഒരു ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. പക്ഷേ ആ സ്ത്രീയുടെ സത്യസന്ധതയും നീതിബോധവും നട്ടല്ലുമാണ് ഈ കേസിൻ്റെ സത്യം പുറത്തു കൊണ്ടുവന്നത്. അവരെ എന്തൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു, അവരുടെ ഹസ്ബൻഡിനെ ആക്ഷേപിച്ചു, അവരുടെ അച്ഛനെ ആക്ഷേപിച്ചു, അല്ലെങ്കിൽ അവരെ എത്രമാത്രം ആക്ഷേപിച്ചു, എന്തെങ്കിലും ആക്ഷൻ ഉണ്ടോ? അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇവരിപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അതിജീവിത പറഞ്ഞിരിക്കുന്നു ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് അതിജീവിത പറഞ്ഞു, ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞു പോയി. മാത്രമല്ല 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു എന്നും പറഞ്ഞു. അതിനും മാത്രം വലിയ പ്രോസിക്യൂട്ടറിന്റെ ഡ്രാമ നിൽക്കുന്നില്ല. അതായത് പ്രോസിക്യൂട്ടർ പരമാവധി അവിടെ ഡ്രമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പറയും. പക്ഷേ തെളിവില്ലാതെ കോടതി എന്ത് ചെയ്യും? തെളിവില്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തെളിവ് എന്തെങ്കിലും കടുകുമണിയോളമെങ്കിലും തെളിവുണ്ടെങ്കിൽ ശ്രീ ദിലീപിനെ ഒരു കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഒരു തെളിവുമില്ല. ഈ തെളിവിന് ഒരു ഡ്രാമ കാണിച്ചാൽ മതി. ഇപ്പോൾ ഉദാഹരണം പറയാം, ഹാഷ് വാല്യൂ മാറിയില്ലേ? കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. അന്നാണ് ആദ്യമായിട്ട് നല്ലൊരു സാധനം മലയാളികൾക്കും ഹാഷ് വാല്യൂ എന്നൊരു കാര്യം ഉണ്ടെന്ന് മനസ്സിലായത്. ഹാഷ് വാല്യൂ യാതൊരു കാര്യമില്ല. ഹാഷ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി കാർഡ് പുതിയൊരു സിസ്റ്റത്തിലിടുമ്പം അതിനുള്ള ഓട്ടോമാറ്റിക്കലി ഒരു ഫയൽ ഉണ്ടാവും. അപ്പോൾ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറും. അതിജീവിതയുടെ ആ ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടുമില്ല. പക്ഷേ സാധാരണക്കാരൻ എന്തോ വലിയ സംഭവം നടന്നു. ഹാഷ് വാല്യൂ മാറിയെന്നിരിക്കട്ടെ, മാറി എന്താ നഷ്ടം? മാറി എന്താ കാര്യം? ഒരു കാര്യമില്ല. ഹാഷ് വാല്യൂ മാറിയാലും മാറിയില്ലെങ്കിൽ ഒരു വ്യത്യാസവും വരാൻ പോണില്ല. പക്ഷേ മാറി എന്ന് പറഞ്ഞ് എന്തോ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുക. ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. FSLലെ ദീപ മാഡത്തിൻ്റെ റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ടുണ്ട്. ഫയലുകളിൽ ഹാഷ് വാല്യൂ മാറിയിട്ടുമില്ല, ഫയലിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. പക്ഷേ എന്തോ കോടതികളിൽ പ്രശ്നം നടന്നു എന്ന പുകമറയുണ്ടാക്കി ഒരു ഡ്രാമ ഉണ്ടാക്കാൻ നോക്കിയതാണ് ഇവർ. ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി, അവരെല്ലാം ഈ ജഡ്ജിയെ സപ്പോർട്ട് ചെയ്യേണ്ട റീസൺ അവർ അത്ര സത്യസന്ധതയാണ്, നീതിയുക്തിയാണ്. ചിലപ്പോൾ ഒരാണെന്നുണ്ടെങ്കിൽ ദിലീപനെ അങ്ങ് ജയിലിൽ പൊക്കോട്ടെന്ന് വിചാരിക്കും, ഞാൻ എന്തിന് ചീത്ത കേൾക്കുന്നതെന്ന് വിചാരിക്കും. ഒരു സാധാരണ ജഡ്ജി ആണായിരുന്നെങ്കിൽ വിചാരിക്കുമായിരുന്നു ഇത്രയും മീഡിയ സമ്മർദ്ദവും എൻ്റെ വീട്ടുകാർ ചീത്ത കേൾക്കുന്നതിന് ദിലീപ് കുറച്ചു കാലം ജയിലിൽ പോയി കിടക്കട്ടെ, അടുത്ത ഹൈക്കോടതിയിൽ നിന്ന് വേണമെങ്കിൽ പോയി ദിലീപ് ജാമ്യം എടുക്കട്ടെ, അല്ലെങ്കിൽ എതിർവാദം വരട്ടെ. അവിടെയാണ് സത്യസന്ധരായ ജഡ്ജിമാരാണ് ഈ നാടിനെ രക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ജഡ്ജിയാണ് ജഡ്ജി അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ തുടങ്ങുമ്പോൾ തന്നെ. എന്ത് ആകാശം ജഡ്ജി രസകരമായിട്ടൊരു വാക്ക് അതിൻ്റെ ഇടയിലാണ്, ആദ്യമല്ല അതിൻ്റെ ഇടയിലുണ്ട്, ഫിയറ്റ് ജസ്റ്റീഷ്യ റൂയറ്റ് കോളം എന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാകണം. അവരുടെ ആ ധൈര്യവും സത്യസന്ധതയും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. കാര്യം പ്രോസിക്യൂഷൻ ഒന്നുമില്ലാത്തവൻ കുറേ കള്ളങ്ങൾ പറയും. അപ്പം പ്രോസിക്യൂഷൻ എൻ്റെ കേസിൽ പറഞ്ഞ കള്ളം പറയാം, ഇയാളൊരു ഭയങ്കര ഒഫൻഡറാണ് പല കാര്യങ്ങളിലും. അപ്പോൾ ഹൈക്കോടതി ചോദിച്ചു എന്താ വിഷയം? ശബരിമല കേസൊക്കെയാണ് പറയുന്നത്. അതും എന്താ ഈ കേസ് തമ്മിൽ എന്ത് ബന്ധം? അപ്പം ഈ വിഷയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. അതിജീവിതയെ അതിരൂക്ഷമായി പുള്ളി വിമർശിച്ചു. എന്താ അല്ലെങ്കിൽ അതിജീവിതയല്ല, അത് വേറെ ദിലീപിൻ്റെ കേസിലല്ല, മറ്റേ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിലെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഈ തെറ്റിദ്ധരിപ്പിക്കൽ അവർ കാര്യമായിട്ട് ചെയ്യും. ഇത് ഇപ്പോൾ ഉദാഹരണം എനിക്കെതിരെ ഇട്ട കേസ് ആദ്യം ഓർമ്മ കാണും. അതിജീവിതയുടെ ഫോട്ടോ പങ്കുവച്ചു. അപ്പം ഞാൻ കാണിച്ചു അതൊരു AI ഫോട്ടോ ആണ്, അതൊരു AI ഫോട്ടോ ആണ്. അപ്പം പറഞ്ഞു അതിജീവിതയുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു. അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, അതിജീവിതയെ അധിക്ഷേപിച്ചു. ഇത് ഈസിയായി പറഞ്ഞ് കൊണ്ടുപോകാൻ കഴിയുന്ന വേഗമായ വകുപ്പുകളാണ്. സ്റ്റേഷൻ ജാമ്യം തരേണ്ട എൻ്റെ കേസിൽ 16 ദിവസം പിടിച്ച് ജയിലിലിട്ടു. ശ്രീ ദിലീപിനെ അങ്ങനെ 85 ദിവസം പിടിച്ച് ജയിലിലിട്ടു. ആരെയും ജയിലിലിടാം. എന്തിന്? പോറ്റിയെ കയറ്റി എന്ന പാട്ട് എഴുതിയവർക്കെതിരെ കേസെടുത്തു. നമ്മുടെ നാട് മുഴുവൻ അതിനെതിരെ ശക്തമായി ഒന്നിച്ചുകൊണ്ട് പിന്നെ കേസെടുക്കേണ്ടെന്ന് വിചാരിച്ചു. എന്താണോ മതവികാരം വ്രണപ്പെടുത്തി എന്നൊക്കെ ആരുടെ മതവികാരം വ്രണപ്പെടുത്തി? പക്ഷേ ഇത് പോലീസിൻ്റെ ദുരുപയോഗമാണ് നമ്മുടെ സിസ്റ്റം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് പോലീസുകാരുടെ കുറ്റമല്ല, പൊളിറ്റിക്സിൻ്റെ കുറ്റമാണ്. കാര്യം പോലീസുകാരന് CIക്ക് SIക്ക് DYSPക്ക് കമ്മീഷണർക്ക് ഇവരാരും മറ്റേ ഭരചന്ദ്രൻ IPS ഒന്നും അല്ല, സാധാരണ പോലീസുകാരാണ്. അവർക്കും മേളിലോട്ട് പോകാനും അവർക്കും ട്രാൻസ്ഫറിനെതിരെ നിൽക്കാനും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി ഇടരുതെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. മേളിൽ നിന്ന് ഉത്തരവ് പറയുമ്പോൾ അവർ അതേപോലെ അനുസരിക്കും. പോലീസ് ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് നമ്മുടെ പൊളിറ്റിക്സ് നന്നാവണം. നമ്മുടെ കോടതികൾ കുറേ കൂടെ ഇത്തരം കേസുകളിൽ വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സ്റ്റാൻഡ് കോടതികൾക്ക് എടുക്കാൻ കഴിയണം. തീർച്ചയായും ഇപ്പോൾ അങ്ങ് കുറച്ച് ദിവസം ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. തീർച്ചയായിട്ടും പെട്ടെന്ന് ജാമ്യം കിട്ടേണ്ട കേസായിരുന്നു, പക്ഷേ കുറച്ചധികം ദിവസം കിടക്കേണ്ടി വന്നു. പക്ഷേ ആ സമയത്ത് ഉണ്ടായ ഒരു അനുഭവം എന്താണ്? ഈ ഒരു ഇത്തരം പോരാട്ടങ്ങൾ, അതായത് ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന പോരാട്ടങ്ങൾ നിർത്തണമെന്ന് തോന്നിയോ അതോ ഇനി തുടരണമെന്ന് തോന്നിയോ? ഇനിയും കൂടുതൽ തുടരണമെന്ന് തോന്നി. കാര്യം 20 വർഷമൊക്കെ അങ്ങനെ കിട്ടിക്കിടക്കുന്ന പിള്ളേരുണ്ട്. അതായത് അവിടെ ഒരു പയ്യനുണ്ട്, ഉണ്ണികൃഷ്ണൻ എന്നാണ് പേര്, നമ്മുടെ ജയിലിൽ മെഡിക്കൽ കോളേജിൻ്റെ കൂടെ കിടന്ന, പേര് പറയാനില്ല, അല്ലെങ്കിൽ പല പേരുകൾ, ഉണ്ണികൃഷ്ണൻ, നൗഫൽ, സുരേഷ്, ഒരുപാട് പേര് അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇവനും ഒരു പെൺകുട്ടി തമ്മിൽ അഫെയർ ആയിരുന്നു. ആ അഫെയർ വീട്ടുകാർ പിടിച്ചു. സ്വാഭാവികം നമ്മളെല്ലാം അങ്ങനെ ഇപ്പോൾ വീട്ടുകാർ പിടിക്കും. അതിന് വീട്ടുകാർ ഇവനെതിരെ കൊണ്ട് പരാതി കൊടുത്തു. ഇവൻ അറസ്റ്റ് ചെയ്ത് കിടക്കുകയാണ്. നമുക്കിപ്പം ഞാൻ അതാണ് ആൾക്കാരോട് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ അഫെയർ പിടിക്കുമ്പോൾ ഇഷ്ടമല്ലെങ്കിൽ വേണമെങ്കിൽ ആ പയ്യനെ 2 തല്ല് തല്ലിക്കൂ, പക്ഷേ കള്ളക്കേസ് കൊടുക്കരുത്. കാര്യം അവൻ മാസങ്ങളും വർഷങ്ങളും ഒക്കെ ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു ടൂളാണ്.
എന്നിട്ട് പെണ്ണിനോട് എന്ത് പറയും? നിൻ്റെ അമ്മ പറയുകയാണ് നീ അവനെതിരെ പരാതി കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതെന്ന് പറയും. സ്ഥിരം ഏത് കുട്ടിയാണെങ്കിലും ആ സ്ട്രെസ്സായിപ്പോ. ഇത് നല്ല രീതിയിൽ കാണിച്ചിരിക്കുന്ന സിനിമയാണ് വാശി. കണ്ടിരുന്നോന്നറിയില്ല, ടോവിനോയും നമ്മുടെ കീർത്തി അഭിനയിച്ച വാശി ഗംഭീരമായിട്ട് ഇത് കാണിച്ചിട്ടുണ്ട്. ചിലത് ഗ്രേ ഏരിയ ആണ്. ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് ആ നിമിഷം ഇഷ്ടം തോന്നി കാണും, കൺസെൻറ്റ് കാണും. പക്ഷേ ഇവരെ കൊടുക്കാൻ വളരെ എളുപ്പമാണ്. വെറുതെ ഒരു വ്യാജപരാതി എഴുതി കൊടുത്താൽ മതി. വ്യാജപരാതി എഴുതി കൊടുത്താൽ ആർക്കെതിരെ ഒന്നും പറ്റുന്നില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ബാംഗ്ലൂരിൽ നിന്നൊരു പെൺകുട്ടിയുടെ വ്യാജപരാതി പോലീസ് എഴുതി മേടിച്ചുകൊണ്ട് പോകും. ഒന്നുമില്ല, വെറുതെ അവിടുത്തെ ഏതെങ്കിലും പോലീസുകാരോട് ബന്ധപ്പെട്ടിരിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ പോലീസ് അറിയുന്ന കുട്ടിയോ ഒക്കെ ആയിരിക്കും. എന്നിട്ടൊരു വ്യാജപരാതി എഴുതി തരാൻ പറയും. ഇത് എഴുതിക്കൊണ്ട് ഇവിടെ കൊണ്ടുപോകും. എന്തെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനോട് എന്തെങ്കിലും ബന്ധമോ പരസ്പരം മെസ്സേജോ ഒക്കെ അയച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ ആ മെസ്സേജ് 2 സ്ക്രീൻഷോട്ടും കൂടെ എടുത്തോ, വലിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഈസി ആയിട്ട് കാണിക്കാൻ പറ്റും. എന്നിട്ട് കോടതിയിൽ എന്ത് പറയാന്നറിയോ? കോടതിക്ക് ട്രയൽ ഘട്ടത്തിലെ കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കാൻ പറ്റും. ജാമ്യഘട്ടത്തിൽ ഇയാൾ പല കേസിലും ഇതേപോലെ ഉൾപ്പെട്ടിട്ടുണ്ട് മാഡം എന്ന് പറയും. എന്തൊരു തട്ടിപ്പാണ് നടക്കുന്നത്. ഇത് ആർക്കെതിരെയും സംഭവിച്ചൂടെ? ഇത് ആർക്കെതിരെയും, CPM ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും ആപ്പ് ഭരിച്ചാലും മുസ്ലിം ലീഗ് ഭരിച്ചാലും ആര് ഭരിച്ചാലും ശത്രുക്കൾക്കെതിരെ ഉപയോഗിക്കാനുള്ളൊരു ടൂളായി ഇത് മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. ശത്രുക്കൾക്കെതിരെ പോലുമല്ല, മുകേഷ് ഏട്ടൻ CPM MLA ആണ്. മുകേഷ് ഏട്ടനെതിരെ പോലീസ് കുറ്റപത്രം കൊടുത്തു. എന്തോന്ന് കുറ്റപത്രം കൊടുത്തു? ഡിജിറ്റൽ തെളിവുണ്ടെന്ന്. എന്തോന്ന് ഡിജിറ്റൽ തെളിവുണ്ട്? ഈ സ്ത്രീ മുകേഷ് ഏട്ടൻ അങ്ങോട്ട് മെസ്സേജ് അയച്ച തെളിവാണ്. അങ്ങോട്ട് വിളിച്ച് കാശ് ചോദിച്ചതിൻ്റെയാണ്. എന്ത് തെളിവുണ്ടെന്നാണ് പറയുന്നത്? നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ മുകേഷ് നായർ, മുകേഷിനെതിരെ ഇതേപോലെ ഒരു വ്യാജ പോക്സോ കേസ് കൊടുത്തു. നിലനിൽക്കില്ലെന്ന് പറഞ്ഞു. നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞു. മുകേഷ് ഒരു എന്താ പറയുക, ഒരു ആൽബം പോലുള്ള കാര്യത്തിൽ അഭിനയിക്കാൻ പോയി. അതിൽ അഭിനയിക്കുന്ന 8 പെൺകുട്ടികളിൽ ഒരാൾ പിന്നീട് മുകേഷിനോട് കാശും മറ്റും ചോദിച്ചു. വ്യാജമായിട്ട് അവർക്ക് ഇല്ലെങ്കിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. ഒന്ന് പരാതി കൊടുത്തു. എന്ത് ചെയ്യാൻ പറ്റും? മുകേഷിൻ്റെ ഭാഗ്യം ഈ പെൺകുട്ടി ഫോണിൽ ചോദിച്ച മെസ്സേജൊക്കെ മുകേഷിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതായത് കാശ് ചോദിച്ച് മെസ്സേജ് അയച്ചത് മുകേഷിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് മുകേഷ് രക്ഷപ്പെട്ടു. ഇവിടെയാണ് പ്രശ്നം. ആർക്കും ആരെയും കുടുക്കിക്കൂടി. ഈ പോക്സോയിലും വ്യാജ സ്ത്രീപീഡന കേസിലും അടക്കം വരുമ്പോൾ ഈ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ കഴിയില്ല. വർഷങ്ങളോളം ഒരു ആണിനെ വേട്ടയാടാൻ വേണ്ടി ഈസിയാണ്. ഏതെങ്കിലും ഒരു പെണ്ണിന് കുറച്ച് കാശ് കൊടുത്തിട്ട് നീ ചെയ്യാമെന്ന് ചോദിച്ചാൽ ആ പെണ്ണ് ഈസിയായിട്ട് ചെയ്യും. ആ പെണ്ണിന് എന്താ റിസ്ക്? ഇങ്ങനെ വേട്ടയാടപ്പെട്ട ഒരാളല്ലേ നമ്മുടെ ഉമ്മൻചാണ്ടി സാർ, ഇങ്ങനെ വേട്ടയാടപ്പെട്ടതല്ലേ നിവിൻ പോളി, ഇങ്ങനെ വേട്ടയാടപ്പെട്ടതല്ലേ എൽദോസ് കുന്നപ്പള്ളി, നമ്മുടെ പെരുമ്പാവൂർ MLA. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത പെൺകുട്ടിക്ക് 49 ക്രിമിനൽ കേസ് ഉണ്ടെന്നാണ് കോടതി അത്ഭുതപ്പെട്ടത്. 49 ക്രിമിനൽ കേസുകൾ. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഇതിൽ ഒരു കാര്യം കൂടെ, അതായത് ഈ രാഹുൽ ഈശ്വറിനെതിരെ സ്ഥിരമായി വരുന്നൊരു വിമർശനം, അതും കൂടി ചോദിക്കാമെന്ന് കരുതുന്നു. അതായത് ഏത് കേസ് വന്നാലും രാഹുൽ ഈശ്വർ ഈ ആണുങ്ങളുടെ ഭാഗത്ത്, പുരുഷന്മാരുടെ ഭാഗത്താണ്. അതൊരു തെറ്റായ കേസിൻ്റെ പുറത്താണെങ്കിൽ പോലും അങ്ങനെ നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഏതെങ്കിലും അങ്ങനെ ഇതുവരെ പറഞ്ഞ ഏതെങ്കിലും ഒരു കേസെങ്കിലും തെറ്റിയിട്ടുണ്ടോ? ഞാൻ ഇനി തെറ്റിട്ടില്ലെങ്കിൽ പോലും ഞാൻ സവാദിൻ്റെ കേസിലടക്കം ഒരു നിലപാടും എടുത്തിട്ടില്ല. കാര്യം എനിക്ക് ആ കേസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ എന്നിട്ട് രണ്ടാമത് മസ്താനി, അതായത് സവാദിനെ രണ്ടാമതൊരു കേസിൽ പിടിച്ചപ്പോൾ മസ്താനിയെ വിളിച്ച് ഞാൻ മാപ്പ് പറഞ്ഞു. മസ്താനി ഞാനൊരു ചർച്ചയ്ക്കുണ്ടായിരുന്നു. ഞാൻ മസ്താനിയോട് മാപ്പ് പറഞ്ഞിട്ടാണെന്നറിയാം. ആദ്യ കേസ് വന്നപ്പം മസ്താനിയുടെ വാദഗതികൾ കുറേ കൂടെ ശ്രദ്ധിച്ച് മസ്താനിയെ സപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു. ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞ് മസ്താനിയെ പരസ്യമായി ഞാൻ വിളിച്ച് മാപ്പ് പറഞ്ഞു. എന്തുകൊണ്ടാണ്? നമുക്ക് എന്താ ഇവരോട് ദേഷ്യം? ഇത് നമുക്ക് തമ്മിൽ സ്വത്ത് തർക്കമൊന്നും ഇല്ലല്ലോ, നമുക്ക് തമ്മിൽ വീട്ടുകാരുടെ അടിയൊന്നും ഇല്ലല്ലോ. നമ്മളൊരു ആശയത്തിന് വേണ്ടി നിൽക്കുന്നു. ഞാനൊരു പുരുഷപക്ഷവാദിയാണ്, വേറെ ചില ആൾക്കാർ ഫെമിനിസ്റ്റാണ്. രണ്ടുപേരോടും ബഹുമാനമാണ്. ഈ ഫെമിനിസ്റ്റുകളോടും നമുക്ക് ബഹുമാനത്തോടെ വിയോജിക്കാം. പക്ഷേ ഫീമെയിൽ ഷോവനിസ്റ്റുകളോടും മെയിൽ ഷോവനിസ്റ്റുകളോടും വേണ്ട. ഇത് എക്സ്ട്രീംസാണ്. അതാണ് ചില ആൾക്കാർ പോയി പടക്കം പൊട്ടിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പടക്കം പൊട്ടിക്കുന്നതൊക്കെ എക്സ്ട്രീമാണ്. പടക്കം പൊട്ടിക്കേണ്ട ആവശ്യമൊന്നും ദീപാവലി ഒന്നും അല്ലല്ലോ, ദീപാവലി വിഷു ഒന്നും അല്ലല്ലോ. അപ്പോൾ പടക്കം പൊട്ടിക്കുക എന്നുള്ളത് എങ്ങനെങ്കിലും ഈ ഫെമിനാസികളുടെ, മലയാളത്തിൽ ഫെമിനിസ്റ്റുകളുടെ കുരു പൊട്ടിക്കുക എന്നുള്ളതാണ് ഇപ്പുറത്തെ ആഗ്രഹം. ഇതുപോലെ മറുഭാഗത്ത് തീവ്ര ഫെമിനിസ്റ്റുകളുടെ ഉദ്ദേശം ഇപ്പുറത്തെ മെയിൽ ഷോവനിസ്റ്റുകളുടെ കുരു പൊട്ടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ആരുടെയും കുരു പൊട്ടിക്കുകയല്ല ലക്ഷ്യം, എല്ലാവർക്കും നീതി കൊടുക്കുക. ഫെമിനിസം ഒരു നല്ല ചിന്താധാരയാണ്. അതിനോട് തർക്കിക്കാം, അതിനോട് വിയോജിക്കാം, അതിനോട് യോജിക്കാൻ കഴിയുന്ന ചില മേഖലകളുണ്ട്. ഇത്രയൊക്കെ പറയുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അടിസ്ഥാനപരമായി നമ്മുടെ നാട്ടിൽ ഇന്നും മെയിൽ ഷോവനിസം പല മേഖലകളിലുണ്ട്. ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് സത്യമായിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകളുണ്ട്. നമ്മുടെ പുരുഷന്മാർക്കിടയിൽ ഈ മെയിൽ ഷോവനിസം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നേരെ തിരിച്ച് നമുക്ക് മെയിൽ ഷോവനിസവും വേണ്ട, ഫീമെയിൽ ഷോവനിസവും വേണ്ട. പരസ്പരം ഒന്നിക്കാനും യോജിക്കാനും ഉള്ളൊരു കോമൺ സ്പേസ് ഉണ്ടാകണം, ഫാമിലി ഉണ്ടാകണം, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകണം, പരസ്പര എന്താ പറയുക സൗഹൃദം ഉണ്ടാകണം. ആ രീതിയിലൊരു സ്പേസ് നിർമ്മിക്കണം. അതുകൊണ്ട് ഫെമിനിസ്റ്റുകളോട് ബഹുമാനമാണ്. ഒരുപാട് നല്ല ഫെമിനിസ്റ്റുകളോട് ഞാൻ എൻഗേജ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഫെമിനാസികൾ വേണ്ട എന്നുള്ളതാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് താങ്കളുടെ ചാനലിലും താങ്കളുടെ ചാനൽ വഴി ഇത് കേരള നിയമസഭ 246 നമ്പർ ബില്ലായി ശ്രീ എൽദോസ് കുന്നപ്പള്ളി MLA നോട്ടീസ് നൽകിയ ബില്ലാണ്. 2025 കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ. ഇത് താങ്കൾക്ക് മാധ്യമങ്ങളാണ് 4ാം തൂണ്.
അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് സമർപ്പിക്കുന്നു. വളരെ ബാലൻസ്ഡ് ആയ സ്ത്രീയുണ്ട്. പുരുഷ കമ്മീഷനിലെ ഏറ്റവും പ്രധാന അംഗം ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മളാണ് ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തത്. ഇപ്പം രാജ്യസഭയിൽ ആപ്പിൻ്റെ MP ഒരു ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് വേണം. ഇല്ലെങ്കിൽ ഒരുപാട് പേർ ഈ വ്യാജ പരാതികളിൽപ്പെട്ട് ജീവിതം തളർന്നു പോകുന്നുണ്ട്. വെറും ഒരു പരാതിയുടെ പേരിൽ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുക, ജോലിയിൽ നിന്ന് മാറി നിൽക്കുക, ശമ്പളം അഫക്റ്റഡ് ആകുക, വീട്ടുകാർ അഫക്റ്റഡ് ആകുക, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അതാണ് ഞാൻ ആലങ്കാരികമായി പറയുന്നുണ്ട്. സാക്ഷാൽ ലൂസിഫറായ സ്റ്റീഫൻ നെടുമ്പള്ളി പോലും ഒരു വ്യാജ പരാതിയുടെ പേരിലാണ് ജയിലിൽ പോകേണ്ടി വന്നത്. അതായത് ആലങ്കാരികമായിട്ടാണ്. അതായത് മോഹൻലാലിൻ്റെ സർവശക്തനായ എന്ന് പറയുന്ന അന്താരാഷ്ട്ര കാർട്ടലുകളെ നിയന്ത്രിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് പോലും ജയിലിൽ പോകേണ്ടി വന്നത് ഒരു വ്യാജ പരാതിയിലാണ്, ഒരു സ്ത്രീയുടെ വ്യാജ പരാതിയിലാണ്. അതുകൊണ്ട് ആരും വ്യാജ പരാതിയിൽ അകത്തു പോകാൻ സാധ്യതയുണ്ട്. ആ വ്യാജ പരാതികൾ അവസാനിക്കണം. അതോടൊപ്പം ശരിയായ പരാതിക്കാർക്ക് പരമാവധി പ്രൊട്ടക്ഷനും വേണം. അപ്പം വളരെ സിമ്പിളായ 2-3 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒന്ന്, പെൺകുട്ടിയുടെ പേര് നമ്മൾ കൊടുക്കാത്തതുപോലെ കോടതി കുറ്റക്കാരനാണെന്ന് കാണുന്നത് വരെ പുരുഷൻ്റെ പേരും കൊടുക്കാതിരിക്കുക. കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കയറി പൊങ്കാല ഇട്ടുള്ളൂ. പക്ഷെ കോടതി കുറ്റക്കാരനാണെന്ന് പറയുന്നത് വരെ പുരുഷൻ്റെ പേരും കൊടുക്കാതിരിക്കുക. അങ്ങനെ കുറച്ച് ബേസിക് കാര്യങ്ങൾ, റൈറ്റ് ടു പ്രിവസി തുടങ്ങിയ കാര്യങ്ങൾ, ഇതൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഹൈക്കോടതി എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഹൈക്കോടതി സൂചിപ്പിക്കുന്നത് അക്യൂസ്ഡ് ഓൾസോ ഹാവ് എ റൈറ്റ് ടു പ്രിവസി. കാര്യം ഇവർ ജീവിതകാലം മുഴുവൻ ഇല്ലെങ്കിൽ റേപ്പിസ്റ്റുകളെന്നും മറ്റുമൊക്കെ അറിയപ്പെടുന്നത്. ചില കേസുകളൊക്കെ അബ്സർഡാണ്. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ ജിതേന്ദ്ര എന്ന് പറയുന്ന ഒരു സിനിമാ താരമുണ്ട്, നമ്മുടെ തുഷാർ കപൂറിൻ്റെ അച്ഛൻ. ജിതേന്ദ്രക്കെതിരെ ഒരു സ്ത്രീ പരാതി കൊടുത്തത് 48 വർഷം മുമ്പ് ഇയാൾ എന്നെ മീറ്റു ചെയ്തു എന്നാണ്. എങ്ങനെ തെളിയിക്കും? എങ്ങനെ തെളിയിക്കാതിരിക്കും? 48 വർഷം എന്ന് പറഞ്ഞാൽ അര നൂറ്റാണ്ട് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എങ്ങനെ തെളിയിക്കുകയോ തെളിയിക്കാതിരിക്കുകയോ ചെയ്യും. പക്ഷേ ഈ പുരുഷനും കുറ്റവാളിയായി അവിടെ തുടരും, പൊതുജനം അങ്ങനെ കാണും, ആരോപണ വിധേയനാകും ഇയാൾ. അപ്പം പോലീസ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഡയലോഗ് കൊണ്ടിരിക്കും, അതാണ് സഹിക്കാൻ പറ്റാത്ത. ഞങ്ങൾ അന്വേഷിക്കുകയാണ്. എന്തോന്നാണ് അന്വേഷിക്കുന്നത്? ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചുമ്മാ പറയണതാണ്. എന്തോന്ന് അന്വേഷിക്കാനാണ്? സിദ്ദിഖിനെതിരെ എന്തോന്ന് അന്വേഷിച്ചു എന്നാണ് പറയണേ. ആ പെൺകുട്ടി പറഞ്ഞ പ്രധാന തെളിവാണ്. ആ റൂമിൽ നിന്ന് താഴെ നോക്കുമ്പോൾ, മസ്കറ്റിലെ ആ റൂമിൽ നിന്ന് താഴെ നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂൾ കാണാമായിരുന്നു. മസ്കറ്റ് ഒരിക്കൽ കണ്ടത് എല്ലാവർക്കും അറിയാം. നല്ലൊരു ശതമാനം റൂമിൽ താഴെ നോക്കുമ്പോഴും സിദ്ദിഖ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുകയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് എന്ത് കഴിക്കാനാണ് വേറെ? ഉച്ചയ്ക്ക് സാറിന് ഇഡ്ഡലി ആൾക്കാർ കഴിക്കുന്ന കുറവല്ലേ? ഉച്ചയ്ക്ക് ഊണ് കഴിക്കുകയായിരുന്നു. എന്ത് ജനറിക്കായ കാര്യങ്ങളാണ് പറയണേ. അവിടെയാണ് ഇത്. എന്നിട്ട് ഈ പെൺകുട്ടി പറഞ്ഞത് തന്നെ എന്തൊക്കെ കള്ളത്തരമാണ്. എൻ്റെ അച്ഛനും അമ്മയും സുഹൃത്തും കൂടെ ചെന്ന് സിദ്ദിഖിൻ്റെ മുറിയിലേക്ക് അല്ലെങ്കിൽ ഹോട്ടലിലേക്ക് എന്നെ വിട്ടു എന്നൊക്കെ പറയുന്ന കള്ളത്തരത്തിന് കയ്യും കടക്കും ഉണ്ടോ? അവിടെയാണ് ഈ കള്ളത്തരങ്ങൾ നമുക്ക് അവസാനിപ്പിക്കണം. തീർച്ചയായിട്ടും. എനിക്ക് അവസാനമായി ഒരു കാര്യം കൂടെ, അതായത് ജനാധിപത്യത്തിൻ്റെ 4ാം തൂണാണ് മാധ്യമങ്ങളെന്ന് പറയും. അത് സത്യമാണ്. സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം അനിവാര്യവുമാണ്. പക്ഷേ ദിലീപ് കേസ് ഉൾപ്പെടെ പല കേസുകളിലും മാധ്യമങ്ങൾ എടുക്കുന്ന ഒരു എന്താണ് പൊതുബോധ നിർമ്മാണമുണ്ട്. ഇതാണ് ഇങ്ങനെയാണ് എന്ന് പറയുക, ഇവർ കൊടുക്കുന്ന കഥകൾ മുഴുവൻ പോലീസ് ചോർത്തി കൊടുക്കുന്ന കഥകൾ പറയുക, എന്നിട്ട് ഈ വിധി വന്നിട്ട് ആ വിധിയെ അംഗീകരിക്കാതെ നാണം കടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വീണ്ടും കുറ്റവാളിയാക്കുന്ന, കോടതിയെ കുറ്റവാളിയാക്കുന്ന കാര്യം കാര്യം കൂടെ. അതായത് നമ്മുടെ സ്വാമി ഗംഗേശാനന്ദ കേസ്, ലിംഗം വെട്ടിയ കേസ്. ആ കേസിൽ ലിംഗം വെട്ടിയപ്പോൾ ആ പെൺകുട്ടിക്കൊപ്പം എല്ലാവരും നിന്നു. അത് അന്വേഷിച്ച സന്ധ്യ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ വലിയ മന്ത്രിമാർ വരെ അവരെ അനുമോദിച്ചു. വലിയ തരത്തിലുള്ള കേരളത്തിലെ സ്ത്രീകളൊക്കെ ഉണ്ടെന്നു, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്ക് അനുകൂലമായി അങ്ങനെയാണ്. പക്ഷെ പിന്നീട് ഞെട്ടിക്കുന്ന കാര്യം വന്നു. ആ മനുഷ്യന്റെ ലിംഗം വെട്ടിയത് മനഃപൂർവ്വമാണെന്നും ഇത് അങ്ങനെയൊന്നും കാര്യമേ അദ്ദേഹം ചെയ്തിട്ടില്ലെന്നും വന്നു. പക്ഷേ ഒരു മാധ്യമവും തിരുത്തി പറയാൻ തയ്യാറായില്ല. ഇത് ദിലീപ് കേസും കൂടെ വെച്ചുകൊണ്ട് അങ്ങ് പറയുമ്പോൾ, പ്രത്യേകിച്ച് ചില മാധ്യമങ്ങൾ ഇതിനുവേണ്ടി അന്നും ഇന്നും ഇറങ്ങി അജണ്ട സെറ്റ് ചെയ്യാണ്. രഞ്ജി പണിക്കർ സാർ നന്നായിട്ടത് പറയുകയുണ്ടായി. മാധ്യമങ്ങൾക്ക് അജണ്ട ഇല്ലേ എന്ന് പറഞ്ഞ് പറയുകയുണ്ടായി. നമ്മളെ മീഡിയയിൽ വരുന്നത് നാളെ വിശ്വസിക്കാത്തൊരവസ്ഥയുണ്ടാവും. മീഡിയക്കാർ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ പോലീസ് പറ്റിച്ചതാണ്. നിങ്ങൾ മീഡിയക്കാരെ, പോലീസുകാർ വളരെ സെലക്റ്റീവായി കാര്യങ്ങൾ ചോർത്തി തന്ന് നിങ്ങളെ കൂടെ പറ്റിച്ചതാണ്. മീഡിയക്കാർക്ക് ഇപ്പം ഞാൻ മീഡിയക്കാരനായി നിൽക്കുകയാണ്, എന്നെ ഒരു SPO DYSPO വിളിച്ചിട്ട് ഇങ്ങനെ വാർത്തയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രേക്കിംഗ് ന്യൂസായിട്ട് എൻ്റെ ചാനൽ ആദ്യം കൊടുക്കാൻ നോക്കൂലേ? സ്വാഭാവികമല്ലേ? പക്ഷേ നിങ്ങളെ ദുരുപയോഗം ചെയ്തതാണ് പോലീസെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ദിലീപിനെതിരെ എന്തൊക്കെ നിറം പിടിപ്പിച്ച കഥകളാണ് ഇവരുണ്ടാക്കിയത്. പെട്ടെന്ന് 2-3 കാര്യം പറയാം. മാഡമാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞ് പാവം കാവ്യ മാധവൻ്റെ ഫോട്ടോ വെച്ച് ഏറ്റവും മുഖ്യധാരാ ചാനൽ വരെ ചർച്ച ചെയ്തു. ഞാൻ ആ ചർച്ച കാവ്യയാണ് മാഡം, കാവ്യയുടെ അമ്മയാണ് മാഡം. വേങ്ങരയിൽ ഒരു നേതാവിന് 50 ലക്ഷം രൂപ കൊടുത്തു. ഇതിൻ്റെ പിന്നിൽ ഗോൽച്ചിനാണ്. ഗോൽച്ചിൻ എന്ന് പറഞ്ഞാൽ UAE എല്ലാ മലയാള സിനിമയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു പാവം മനുഷ്യനാണ് ഈ ഗോൽച്ചിൻ. എല്ലാവരും ദിലീപേട്ടനും മഞ്ജുവാരും എല്ലാവരും ഗോൽച്ചിൻ്റെ ഇതിൽ തന്നെയാണ് പോകുന്നത്. എന്നിട്ട് ഇത് ദാവൂദ് വരും, NIA, ഇനി എനിക്ക് ഡി കമ്പനി. എന്നോട് എനിക്ക് പോലീസുകാരോട് ചോദിക്കാനുള്ളത്, ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു കേസുണ്ടായി. അതെന്താ ഇപ്പോൾ എന്താ ഇവരുടെ 4 പോലീസുകാരെ കൊല്ലാൻ നോക്കിയിട്ട് ഈ നാട്ടിൽ ആർക്കും ഒരു ബോധരേഷനില്ലേ?
ചുമ്മാ പറയണതാ. പക്ഷെ അത് അന്ന് തന്നെ പൊളിഞ്ഞില്ലേ കോടതി? അല്ല, ഇപ്പോഴും കേസുണ്ടല്ലോ. അപ്പം ഓർക്കേണ്ടത് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് കള്ളത്തരം പറയുന്ന ഈ പോലീസിനാണോ ദിലീപ് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കള്ളക്കഥ എഴുതാൻ പറ്റാത്തത്? 4 പോലീസുകാരെ കൊല്ലാൻ ദിലീപ് ശ്രമിച്ചു എന്ന് കള്ളക്കഥ എഴുതുന്ന പോലീസിന് ഗൂഢാലോചനയിൽ ദിലീപ് ഉണ്ടെന്ന് ഒരു വരി കള്ളക്കഥ എഴുതി ചേർക്കാൻ എന്ത് പ്രശ്നം ഉണ്ടാകും? നാളെ ദിലീപ് കാശുണ്ട്, സ്വാധീനമുണ്ട്, രാമനായർ സാറുണ്ട്, രാമപിള്ള സാറുണ്ട്, ഇവരെല്ലാം കൊണ്ട് രക്ഷപ്പെട്ടു. നമുക്ക് വല്ലതും ആണെങ്കിൽ പെട്ട് 10-20 വർഷം കിടന്നു പോയനേ. ആലോചിച്ച് നോക്കുക, നാളെ നമുക്കെതിരെയുള്ള പരാതിയാണെങ്കിൽ, നമുക്കെതിരെ ഇതുപോലെ കള്ളക്കേസ് ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ആരും അറിയാതെ നമ്മൾ 20 വർഷം കേസ് കിടന്നില്ലാതായി പോയനെ. അങ്ങനെ കുറേ പേരെ ഞാൻ ജയിലിൽ പോയി കണ്ടു. ഞാൻ അപ്പോൾ എന്തെങ്കിലും അവർക്കായിട്ട് ചെയ്തു കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുകയാണ്. കുറച്ച് കാലം വീട്ടുകാരും വിടും, നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ വിടും, കിടക്കട്ടെ എന്ന് വിചാരിക്കും. ജീവിതത്തിൻ്റെ ശാപമാണെന്ന് പറഞ്ഞ് 10-15-20 വർഷമൊക്കെ കിടക്കും. അങ്ങനെ കള്ളക്കേസിൽ പെട്ടുപോകുന്ന എത്ര ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അവിടെയാണ്. എന്നിട്ട് ജീവിതകാലം മുഴുവൻ ബ്രാൻഡിങ്ങും, ജീവിതകാലം മുഴുവൻ മോശമാണ്. ഇങ്ങനെ നമ്മുടെ മാധ്യമപ്രവർത്തകരിൽ ഒരാളെ നോർത്ത് ഇന്ത്യയിൽ പോയി കിടന്നാണ് സിദ്ദിഖാപ്പനെ പോലുള്ള 1.5 വർഷം ജയിലിൽ കിടന്നു. സിദ്ദിഖാപ്പൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് അവിടുത്തെ പോലീസുകാരും പറയുന്നില്ല. തെറ്റ് ചെയ്യാൻ വന്നതാണെന്ന് പോലീസുകാർ ഗണിച്ചറിഞ്ഞ, പോലീസുകാർ കവടി നിർത്തിയറിഞ്ഞ, സിദ്ദിഖാപ്പൻ എഴുതാൻ പോകുന്ന ലേഖനങ്ങൾ പ്രകോപനപരമായിരിക്കും എന്ന് പറഞ്ഞ് 1.5 വർഷം ജയിലിൽ കിടന്നു. ഇങ്ങനെ ജയിലിൽ 50 ദിവസം കിടന്നതാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ നമ്പിനാരായണൻ സാർ. ISROയിലുണ്ടായിരുന്ന ശാസ്ത്രജ്ഞനാണ്. ഇന്ത്യയുടെ ചാരരഹസ്യം മാലി സുന്ദരിമാർ വഴി പാകിസ്ഥാന് കടത്താൻ ശ്രമിച്ചു. എന്തൊരു കഥയാണ്, ആലോചിച്ച് നോക്കി. ഇന്ത്യയുടെ ചാരരഹസ്യം, നമ്മുടെ ക്രയോജനിക് രഹസ്യം മാലിദ്വീപിലെ മറിയം റഷീദയും ഫൗസയ ഹസനും വഴി പാകിസ്ഥാൻ്റെ ISIക്ക് ചോർത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ 50 ദിവസം ആ മനുഷ്യൻ ജയിലിൽ കിടന്നു. അങ്ങനെ ഒരു ക്രയോജനിക് എഞ്ചിൻ നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്തിട്ട് പോലുമില്ല. അപ്പം ശരിക്കും സംഭവിച്ചത് എന്താ അറിയോ? CBI അവസാനം ഇതിൽ അന്വേഷിച്ചൊരു ഉദ്യോഗസ്ഥന് മറിയം റഷീദയോട് താല്പര്യമുണ്ടായിരുന്നു. പലതവണയായിട്ട് മറിയം റഷീദ് അപ്രോച്ച് ചെയ്ത് പറ്റില്ല. അപ്പോൾ മറിയം റഷീദയ്ക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി കഥ ഉണ്ടാക്കിയതാണ്. പാവം എത്ര പേരുടെ ജീവിതം തകർന്നു. പോലീസുകാർക്ക് ദൈവത്തെ ഓർത്ത് സിനിമ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സിനിമയിലോട്ട് വരണം, പോലീസിൽ നിൽക്കണം. അവരെ കാര്യമായി ശിക്ഷിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. പുള്ളിക്ക് അന്ന് 50 ലക്ഷം രൂപ പരിഹാരം എന്തെങ്കിലും കൊടുത്തു. പോലീസുകാരെ കാര്യമായി ശിക്ഷിക്കാൻ കഴിയില്ല. പ്രശ്നം എന്താ അറിയോ? പോലീസുകാർ ഈ കാര്യം പറഞ്ഞ് രക്ഷപ്പെടും. ഞങ്ങൾക്ക് അന്ന് അങ്ങനെ ഒരു ലീഡ് കിട്ടിയത്രേ, ഞങ്ങൾക്ക് സംശയമുണ്ടത്രേ. നമ്പിനാരായണൻ അന്ന് 3 മണിക്ക് എന്തുകൊണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി? അയാൾ 3 മണിക്കാണ് വീട്ടിൽ പോയതൊക്കെയായിരിക്കും. അയാൾ വേറെ ഫ്രണ്ട്സിനെ കാണാൻ പോയിരിക്കും. അതിസങ്കീർണമായൊരു ദിവസം നമ്പിനാരായണൻ, അന്ന് നെറ്റും സാധനങ്ങളും പോലും ഇല്ല, ട്രാക്ക് ചെയ്യാൻ പോലും പറ്റില്ല, ചുമ്മാ കഥ എഴുതി മതിയായിരുന്നു. ഇന്ന് പിന്നെ ട്രാക്ക് ചെയ്യാനെങ്കിലും പറ്റും. കഥ എഴുതുന്നത് എളുപ്പമാണ്. എന്തൊക്കെ കഥയായിരുന്നു ആലോചിച്ച് പോകണം. അതുകൊണ്ട് കരുണാകരൻ സാറിന്, നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ സ്ഥാനം വരെ പോയി. അന്നും ആൾക്കാർ പറഞ്ഞിരുന്നത് എന്താ അറിയോ? പിന്നെ എന്തെങ്കിലും ഇല്ലാതെ തീ ഇല്ലാതെ പുകയുണ്ടാവും, എന്തെങ്കിലും ഒന്നും ഇല്ലാതെ കരുണാകരനടക്കം. കരുണാകരൻ മന്ത്രിസ്ഥാനം പോയി, രമൺ ശ്രീവാസ്തവ നയിജി എന്തുമായിരുന്നു പുള്ളി സ്ഥാനം പോയി. എത്ര പേരുടെ ജീവിതമായി ഒന്നുമില്ല. മറിയം റഷീദയോട് താല്പര്യം ഉണ്ടായിരുന്ന ഒരു പോലീസുകാരന് മറിയം റഷീദ വഴങ്ങിക്കൊടുത്തില്ല. അയാൾ ഉണ്ടാക്കിയ കഥയാണ്. എന്തൊരു തിരിഞ്ഞു നോക്കുമ്പോഴേ എത്ര ക്രൂരമായ തമാശയാണ് ഇത്. രാഹുൽ ഈശ്വറിൻ്റെ അഭിപ്രായമല്ല കേട്ടോ. CBI എങ്ങനെയാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്? CBI റിപ്പോർട്ട് കൊടുത്തു എന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ചുമ്മാ ഇരുന്ന് കഥ ഉണ്ടാക്കുന്നു. അവിടെ ഈ അയാൾ കഥ അതാണ് പോലീസുകാരോട് എനിക്ക് താഴ്മയേറിയ അഭ്യർത്ഥന. നിങ്ങൾക്ക് കഥ എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ സിനിമാ രംഗത്തേക്ക് കടന്നു വരിക. ദയവായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിയമത്തെ ദുരുപയോഗം ചെയ്ത് കഥ എഴുതരുത്. അത് പല ഭാഗങ്ങളിലും ഉണ്ട്. ഇത് തന്നെയാണ് ഷാറൂഖ് ഖാൻ്റെ മോനെതിരെയുള്ള കഥ. തീർച്ചയായിട്ടും മലയാള സിനിമാ രംഗത്ത് വളരെ കത്തി നിന്നൊരു നടൻ, ഒരുപാട് എല്ലാ സംഘടനകൾക്കും മേലെ നിന്ന, എല്ലാവരെയും നയിച്ച ഒരു നടൻ. അതുപോലെ തന്നെ നമ്മളൊന്നും അറിയാത്ത മലയാള സിനിമയിൽ ഒരുപാട് ആളുകൾക്ക് സഹായം എത്തിച്ച, അന്നം എത്തിച്ച, ഭക്ഷണം എത്തിച്ച, ഒരുപാട് പേരെ ചേർത്ത് പിടിച്ച, നമ്മൾ അറിയാതെ ഇപ്പോൾ അടുത്തൊരു കുട്ടി, ഒരു സ്ത്രീ ഉപേക്ഷിക്കാൻ പോയ ഒരു കുട്ടിയെ തിരിച്ചു പിടിച്ച് അവർക്ക് വീട് വെച്ച് കൊടുത്ത് അവരെ ജീവനോടെ നടത്തിച്ച ഒരു നടൻ്റെ പേര് ദിലീപ് എന്നാണ്. അങ്ങനെ ഒരു മനുഷ്യനെ തകർത്ത് തരിപ്പണമാക്കി ഒന്നുമല്ലാതാക്കി നിൽക്കുമ്പോൾ സത്യത്തിൽ ഈ ഒരു ക്രിമിനൽ വ്യവസ്ഥക്കെതിരെ സത്യത്തിൽ ദിലീപ് കേസിന് പോകണ്ടേ? പോകണം. മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന കേസാണ് അതിന് പോകാൻ കഴിയുക. ശ്രീ ദിലീപ് പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആലോചിച്ച് നോക്കുക, ഇങ്ങനെ വേട്ടയാടപ്പെടുമ്പം പലപ്പോഴും ഒരുപാട് പേരുടെ ഹൃദയങ്ങളാണ് മുറിയുന്നത്. ശ്രീ ദിലീപിൻ്റെ അമ്മ കാവ്യ, മീനാക്ഷി, മഹാലക്ഷ്മി, അവരുടെ കുടുംബം എത്ര വർഷമായിട്ട് അവർ തീ തിന്നുകയാണ്. എന്തിനാണ്? കുറേ പോലീസുകാർക്കും ദിലീപിനോട് ദേഷ്യം തീർക്കാൻ ആഗ്രഹമുള്ളവർ ഇങ്ങനെ ചെയ്തു. അപ്പം ദൈവത്തെ ഓർത്ത് ഇങ്ങനെ ചെയ്യരുത്. പുരുഷ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ വരണം, നീതി ഉണ്ടാകണം. ഇനി നാളെ ഞാൻ പറയുന്നുണ്ട്, എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത അല്ലെങ്കിൽ കള്ളക്കേസ് എടുത്ത പോലീസുകാർക്കെതിരെ പോലും കള്ളക്കേസ് വന്നാൽ ഞാൻ അവരോടൊപ്പം നിൽക്കും. കാര്യം ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കള്ളത്തെ കള്ളം കൊണ്ട് ജയിക്കാനാകില്ല, കള്ളത്തെ സത്യം കൊണ്ടേ ജയിക്കാനാകും, തിന്മയെ നന്മ കൊണ്ടേ ജയിക്കാനാകും, ഇരുട്ടിനെ വെളിച്ചം കൊണ്ടേ ജയിക്കാനാകും, സ്നേഹത്തെ അല്ലെങ്കിൽ വിദ്വേഷത്തെ സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടുപോയി ജയിക്കാൻ കഴിയും. ആ പോസിറ്റിവിറ്റിയിലേക്ക് നമ്മുടെ നാട് എത്തട്ടെ. അതാണ് മഹാത്മാഗാന്ധി അടക്കമുള്ളവർ നമ്മളെ പഠിപ്പിച്ചത്. തീർച്ചയായിട്ടും ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് അങ്ങ് ഇവിടെ എത്തിച്ചേർന്നത്. എന്തായാലും കൃത്യമായ ഈ വിഷയത്തിൽ അങ്ങയുടെ പ്രതികരണത്തിനോട് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചതിന് ഒരുപാട് താങ്ക് യു.